गुरुर्देवो महेश्वरः गुरुः साक्षात् परं ब्रह्म तस्मै श्रीगुरवे नमः। ॐ सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्पराम्। पञ्चीकृतमहाभूतसम्भवं कर्मसञ्चितं शरीरं सुखदुःखानां भोगायतनमुच्यते। 11 12 10 നാനോപാധിവശാദേവ ജാതിനാമാസമാദയഃ ആത്മന്യാരോപിതാസ്തോയേ യസവർണാദിഭേദവത്. ശരിക്ക് 10ാമത്തെ ആണല്ലോ. അതെ, അതിന് മുമ്പത്താണ് എടുത്തത്. എന്തായാലും ഉപാധികളുടെ നാനാത്വം നിമിത്തം വെള്ളത്തിൽ രസം, വർണ്ണം മുതലായവയ്ക്ക് ഭേദം കാണുന്നത് പോലെ നാനോപാധി വശാദേവ ജാതിനാമാസമാദയ ആത്മന്യാരോപിതാസ്തോയേ രസവർണാദിഭേദവത്. ജാതി, നാമം, ആശ്രമം തുടങ്ങിയ ഭേദങ്ങളും ആത്മാവിൽ ഉപാധിഭേദത്താൽ ആരോപിക്കപ്പെട്ടവയാകുന്നു. ജാതി, നാമം മുതലായവ, ജാതി, നാമം, ആശ്രമം മുതലായവരെല്ലാം ശരീരമാകുന്ന ഉപാധിയെ ആശ്രയിച്ച് ആത്മാവിൽ ആരോപിക്കപ്പെട്ടിരിക്കുന്നു. അവ ആത്മധർമ്മങ്ങളല്ല. ജനിച്ച മാത്രയിൽ ശിശുവിനും സുഷുപ്തിയിൽ ലയിച്ചിരിക്കുന്ന ഒരാൾക്കും ഈ ഭേദങ്ങളുടെ അനുഭവം ഉണ്ടാവുന്നില്ല. ഏതില്? ഇന്ന ജാതിയിൽ പെട്ടതാണ് അല്ലേ, ഇന്ന നാമം, ഇന്ന ആശ്രമം, ഇങ്ങനെയൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അത് നമുക്ക് വേണ്ടാന്നർത്ഥം. ആരോപിക്കപ്പെട്ടത് വേണ്ടാന്നർത്ഥം. അതോ ആരോപിക്കപ്പെട്ടതാണ്. നാളെ നമ്മൾ ചിന്തിച്ചതുപോലെ തന്നെ ആരോപിക്കപ്പെട്ട അഗ്നി വള്ളിക്കുടിലുകളെ, വള്ളിപ്പടർപ്പുകളെ കത്തി ചാമ്പലാക്കുന്നില്ല, കത്തി നശിപ്പിക്കുന്നില്ല. അത് ആരോപിക്കപ്പെട്ടതാണ്. ആ അഗ്നി ആ വള്ളിക്കുടലിലെ കത്തി നശിപ്പിക്കും എന്നാണ് പറഞ്ഞതുകൊണ്ട് അത് കത്തി നശിപ്പിക്കുന്നത്. അത് ആരോപിക്കപ്പെട്ടതാണ്, വാസ്തവത്തിൽ ഇല്ലാത്തതാണ്. അതുപോലെ ഓരോ വാക്കുകളും അത്രയും സംശയമില്ലാത്ത വിധത്തിൽ നമ്മൾ ഉറപ്പിക്കുകയാണ്. ഇതൊരു ഉപലക്ഷണമായിട്ട് എടുത്തിട്ട് ബാക്കിയല്ല. ആത്മാവിൽ ആരോപിക്കപ്പെട്ട പലതുണ്ട്. ഇനി അതിൽ അവാന്തര ഭാഗങ്ങളുണ്ട്. ജാതിയിൽ ഉപജാതികളായിട്ട് അല്ലേ, ആശ്രമങ്ങളിൽ പല സമ്പ്രദായങ്ങളായിട്ട് അങ്ങനെയൊക്കെ ഉണ്ടാവാം. അതെല്ലാം ആരോപിതമാണ്. ആ ആരോപിക്കപ്പെട്ടതിൽ പല ആരോപിതങ്ങളായിട്ട് പലതുമുണ്ട്. ഇനി പറയാൻ പോകുന്നുണ്ട് ഈ ആവരണം വിക്ഷേപവും. അവിടെ അത് വ്യക്തമാവും. ഒന്നിനെ ആവരണം ചെയ്യപ്പെടുക, ആവരണം ചെയ്യപ്പെട്ട് എന്നുള്ളത് പിന്നെ എന്തുണ്ടാവുന്നു? വിക്ഷേപം. അപ്പൊ അവിടെ കയറും പാമ്പുമാണ് ഉദാഹരണം. രജ്ജു സർപ്പം. കയറിനെ മറയ്ക്കപ്പെട്ടു, ആവരണം ചെയ്യപ്പെട്ടു. പിന്നെയോ പാമ്പിനെ അതിലേക്ക് അല്ലേ വിക്ഷേപിച്ചു. ആ പാമ്പിൽ പിന്നെ നല്ല വിഷമുള്ള പാമ്പാണ്, അല്ലെങ്കിൽ മൂർഖനാണ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആണ്, അല്ലെങ്കിൽ പുള്ളിയുണ്ട് എന്നൊക്കെ ആരോപിക്കപ്പെടുന്നത്. അത് ഒന്നല്ല, എത്രയോ ഉണ്ടാവും.
ഈ ആവരണം പോയാലോ? പാമ്പ് തന്നെയല്ല അവിടെ. കയറിൽ ഇത് ആരോപിക്കാൻ പറ്റുമോ? ഇല്ല. നിരധിഷ്ഠാനത്തിലോട്ട് ഭ്രമവും ഇല്ല. കയറിന്റെ സ്ഥാനത്ത് ഭൂമിയുടെ വിള്ളലും ആവാം, പക്ഷെ എന്നാലും ഈ ഭ്രമങ്ങൾക്കൊക്കെ ഒരു അടിസ്ഥാനമുണ്ട്. ആ അടിസ്ഥാനം എന്താണെന്ന് അറിയാതെ ഭ്രമിച്ചു പോകുന്നു. ഭ്രമിച്ചു പോയ ഏതുവരെ പോവാമെന്നുള്ളൊരു പരിധിയൊന്നുമില്ല. അതാണ് ഈ കാണപ്പെടുന്ന പ്രപഞ്ചം. അവിടെയാണ് ഞാൻ ഇന്ന ജാതിയിൽപ്പെട്ടതാണ്, ഞാൻ ഇന്ന മതത്തിൽപ്പെട്ടതാണ്, ഞാൻ ഇതാണ്, ഞാൻ അതാണ് എന്നൊക്കെ പറഞ്ഞ് പല വിധത്തിൽ ഏതുവരെ വേണമെങ്കിൽ പോകാം. അതിൽ ശ്രേഷ്ഠമായതും നികൃഷ്ടമായതും ഒക്കെ കൽപ്പിക്കപ്പെടുന്നു. അതിൽ തന്നെ അതൊക്കെ ആപേക്ഷികങ്ങളാണ്. വർണ്ണവും ഒരു കണക്കില് ആരോപിക്കപ്പെട്ടതാണ്. കാരണം ആത്മധർമ്മങ്ങളല്ലല്ലോ. ഇവിടെ ഒരു വാക്ക് വന്നിട്ടുണ്ട്, ആത്മധർമ്മങ്ങളല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം ഇപ്പോ വർണ്ണം എന്നുള്ളതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്നത് സാത്വികൻ, രാജസികൻ, താമസികം എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഗുണങ്ങൾക്കനുസൃതമായിട്ടാണല്ലോ. ഗുണകർമ്മ വിഭാഗശഃ ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം എന്നാണല്ലോ പറഞ്ഞത്. ഗുണവിഭാഗശഃ കർമ്മ വിഭാഗശഃ ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം, എന്നാൽ സൃഷ്ടമാണ്. 3 ഗുണങ്ങൾക്ക്, ത്രിഗുണങ്ങൾക്ക് അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. അത് ആത്മധർമ്മങ്ങളല്ല. ഗുണങ്ങൾക്കനുസൃതമായിട്ട് ആരോ പ്രവർത്തിക്കട്ടെ, അത് ആത്മാവിൽ ആരോപിക്കപ്പെടരുത്. ആത്മധർമ്മങ്ങൾക്ക് ഒരാളിപ്പോൾ ശാസ്ത്ര പഠനത്തിൽ മുന്നോട്ട് പോകുന്നു, അല്ലെങ്കിൽ ഒരു സന്യാസിയാണ്, അയാൾ ഏത് ഗുണക്കാരനാണ്, അയാളുടെ ബാഹ്യമായ ജീവിതം ഏത് വിധത്തിലോ ആവട്ടെ, ഏതെങ്കിലും ഒരു ഗുണത്തിനനുസരിച്ചിട്ടായിരിക്കും. ഇപ്പൊ ചിലരില്ലേ, ചിലർ പെട്ടെന്ന് ദേഷ്യം പിടിക്കുന്ന ആൾക്കാരുണ്ടാവും അല്ലേ? അതെ, അതാ പറഞ്ഞത്. ഇത് ആത്മധർമ്മങ്ങളായിട്ട് പറയുന്നത്. നമ്മൾ പലപ്പോഴും വിലയിരുത്തി പോകുന്നത് എന്താന്ന് വെച്ചാൽ, നമ്മുടെ മാനദണ്ഡം അനുസരിച്ചിട്ട് ഇയാളൊരു സന്യാസിയാണ്. അപ്പൊ മറ്റൊരു സന്യാസി ഒരു സാത്വിക ഗുണഘടനയിലുള്ള, അയാൾ സാത്വിക ഗുണത്തെ സ്വീകരിച്ച ഗുണാതീതനാണ്. അയാൾക്ക് ഏത് ഗുണത്തിലും പോവാം. ഇനി അതുവരെ അയാൾ വന്ന അല്ലെങ്കിൽ അയാൾ അനുവർത്തിച്ചിരുന്ന ഗുണത്തിനനുസൃതമായിട്ട് അയാൾ ചരിച്ചേക്കും. അപ്പൊ നമ്മളെന്ത് ചെയ്തു? പിന്നെ സന്യാസിയെ ഞാൻ കണ്ടു, അയാളൊരു സാത്വികമായ ഒരു ഗുണത്തിനനുസൃതമായിട്ട്, ഗുണത്തെ അനുസൃതമായിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ അയാളെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? മറ്റേ സന്യാസി ഇങ്ങനെ ആയിക്കോളാം എന്ന് പറയും. ബാഹ്യമായ പല മാനദണ്ഡവും വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? ആത്മജ്ഞാനിയെ പോലും വിലയിരുത്തുന്നത്. അത് ലോക സ്വഭാവമാണ്. അങ്ങനെയല്ലേ? ജ്ഞാനികളിൽ ഭേദം കൽപ്പിക്കരുത് എന്ന് പറയും, പക്ഷെ ഭേദമില്ലേ. കാരണം നമ്മൾ ആപേക്ഷികമായിട്ടാണ് കാണുന്നത്. ഇല്ലേ? അവർക്ക് പ്രശ്നമല്ല, മഹാത്മാക്കൾക്ക് പ്രശ്നമല്ല. കാരണം അവർക്ക് അവരുടെ ഈ വർണ്ണമൊന്നും അവർക്ക് ഭാരമല്ല. അവർ ദേഷ്യം പിടിച്ച്, ഞാൻ ദേഷ്യം പിടിച്ച് പോയല്ലോ, എനിക്ക് അങ്ങനെ പാടില്ല എന്നവർക്കില്ല. കാരണം അവർ ദേഷ്യത്തെ പിടിച്ചവരാണ്. ദേഷ്യം അവരെ പിടിക്കുന്നില്ല. ഗുണാതീതന്മാർക്ക് ഏത് ഗുണത്തെയും സ്വീകരിക്കാം. അവർക്ക് ആ ഗുണം മാറ്റണമെന്നുമില്ല. അത് മാറ്റിയിട്ട് എന്ത് കാര്യം? അവർ ആത്മാവിൽ ഉണർന്നിരിക്കുന്നവരാണ്, മറ്റതിൽ ഉറക്കം നടിക്കുന്നവരാണ്, അഥവാ ഉറങ്ങുന്നവരാണ് തന്നെ പറയാം അല്ലേ? അത് മാറ്റാൻ പരിശ്രമിക്കുന്നില്ല അവര്. പക്ഷെ അവര് ആത്മാന്വേഷണത്തിൽ മുന്നോട്ട് പോകുന്നു. അങ്ങനെ സാധകൻ സിദ്ധനായാലും സിദ്ധനും ചിലപ്പോ അയാൾ വന്ന വഴിയൊക്കെ, പക്ഷെ നമ്മളെന്ത് ചെയ്യും? അയാളെ വിലയിരുത്തും. ഇയാള് സംഗതി ഇവിടെ തന്നെ സ്വാമിജി പറഞ്ഞിട്ടുണ്ട് ഒരു സന്യാസിയെ പറ്റി, നന്മണ്ട സമാധിയായ സന്യാസിയെ കുറിച്ച്. ഒരു കുട്ടി അങ്ങോട്ട് അടുക്കില്ലായിരുന്നു, ഒരാളുമായിട്ടൊരു ബന്ധവുമില്ലായിരുന്നു. മഹത്വം മനസ്സിലാക്കിയത് സമാധിക്ക് ശേഷമാണ്. സമാധി ദിവസമാണ്. എന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ അതുകൊണ്ട് ഗുണമുണ്ടല്ലോ എന്ന് വെച്ചാൽ ഗുണമുണ്ടാവും. ഗുണം ചിലപ്പോൾ പ്രത്യക്ഷമായിട്ട് നമ്മൾ കാണുന്നതായിരിക്കണം എന്നില്ല. കുറെ പ്രസംഗം ചെയ്താലേ കുറെ നന്നാക്കി എടുക്കാൻ കഴിയുള്ളൂ എന്നുള്ളതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അവരുടെ
കേവലം സാന്നിധ്യം തന്നെ ഗുണമുണ്ട് എന്നുള്ളതൊക്കെ തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ നല്ലൊരു പ്രഭാഷണം നടത്തുന്ന ഒരാൾ, നല്ല ക്ലാസ് എടുക്കുന്ന ആളാണ് എന്നൊക്കെ വിചാരിച്ചിട്ട് അയാൾ ഒരു മഹാത്മാവായിട്ട് നമ്മൾ നമ്മുടെ ദൃഷ്ടിയാ വിലയിരുത്തിയേക്കാം. അത് ഗുണമല്ലേ വെച്ചാൽ ഗുണമാണ്. പക്ഷെ അതിലല്ല അയാൾ മഹത്വത്തെ പ്രാപിച്ചിരിക്കുന്നത്. സ്വന്തം മഹിമയിലാണ്, മറ്റൊരു മഹിമയിലല്ല. സ്വേ മഹിമയെ പ്രതിഷ്ഠിതേ, സ്വന്തം മഹിമയിലാണ് അവർ പ്രതിഷ്ഠിതരായിരിക്കുന്നത്. ആ സ്വന്തം മഹിമ എന്നുള്ളത് അതെ അത്രേ പറഞ്ഞു, അത് മനസ്സിലാക്കാം. അതുകൊണ്ട് അതും ആത്മധർമ്മങ്ങളല്ല. അല്ലെങ്കിൽ മാഷ് പറഞ്ഞത് ശരിയാണ്. കാരണം വെച്ചാല് വർണ്ണം എന്നുള്ളത് ശാസ്ത്രീയമായിട്ട് ശാസ്ത്രീയമാണ് വർണ്ണവ്യവസ്ഥ. ജാതി, ആ സ്ഥാനത്ത് ജാതി വ്യവസ്ഥകൾ എന്നുള്ളത് ഇന്നത്തെ ദൃഷ്ടിയിൽ നോക്കുമ്പോൾ അശാസ്ത്രീയമാണ്. എല്ലാ കാലത്തേക്കും ശാസ്ത്രീയമാണ് വർണ്ണവ്യവസ്ഥ. പക്ഷെ അതൊന്നും ആത്മാവിൽ ആരോപിക്കപ്പെടരുത്. ഒറ്റക്കണ്ണനായിരിക്കെ അയാൾ ആത്മാന്വേഷണത്തിന് യോഗ്യനല്ല. പൂജാതി കർമ്മങ്ങൾക്ക് അയാൾക്ക് യോഗ്യത നിശ്ചയിക്കാം. അങ്ങനെയൊക്കെ ഉണ്ട്. പൂജയ്ക്ക് പാടില്ല, സകലാംഗനെ പാടുള്ളൂ, വികലാംഗന് പാടില്ല എന്നൊക്കെ ഉണ്ട്. ഇത്ര ശതമാനം ഉണ്ടായാൽ തന്നെ, കുറഞ്ഞ ശതമാനം ഉണ്ടായാൽ തന്നെ പറ്റില്ല എന്നൊക്കെ ഉണ്ട് കർമ്മ മേഖലയിൽ. പക്ഷെ അതേ സമയത്ത് ഇന്നയാളൊക്കെ അത് പഠിക്കാൻ പാടുള്ളൂ, ഉപനിഷത്ത് പഠിക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ വേദാന്തത്തെ കുറിച്ച് ചർച്ച ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഇന്നയാൾക്ക് അല്ലേ ആത്മാന്വേഷണത്തിന്റെ മാർഗത്തിൽ പോകണമെങ്കിൽ ഇന്ന യോഗ്യതകൾ വേണം എന്നൊന്നും പറയാൻ പറ്റില്ല. അതിനുള്ള യോഗ്യതയോട് കൂടി തന്നെയാണ് നമ്മളൊക്കെ വന്നത്. അല്ലെങ്കിൽ സ്ത്രീ ആയിരിക്കെ പോകാൻ പാടില്ല, പുരുഷനെ പാടുള്ളൂ, പുരുഷനിൽ തന്നെ ദ്വിജനായിരിക്കണം എന്നൊന്നും പറയാൻ വയ്യ. മനുഷ്യനാണോ അധികാരമുണ്ട്. അപ്പോഴാണ് വേറെ ചിലർ പറഞ്ഞത് ശൂദ്രനെന്ന് അധികാരമില്ല. അതിന്റെ മോളിക്കുള്ളവർക്കൊക്കെ വേണമെങ്കിൽ പറയാം. ചിലർക്ക് വൈശ്യനും പാടില്ല, ക്ഷത്രിയന്മാർക്കും പാടുണ്ട്, പിന്നെ ആർക്കാ ബ്രാഹ്മണന്മാർക്കേ പാടുള്ളൂ. ശൂദ്രൻ വേദം കേട്ടാൽ ഈ ഒരുക്കി ഒഴിക്കണം. അപ്പോ അവിടെ ശൂദ്രൻ എന്നുള്ളത് വേദം കേൾക്കുന്നില്ല, കേൾക്കരുതെന്നല്ല, കേൾക്കുന്നില്ല. ചുരുങ്ങിയ പക്ഷം ക്ഷത്രിയനെങ്കിലും ആയാലേ അത് കേൾക്കാൻ പറ്റൂ എന്നർത്ഥം. കുറച്ചു നേരമൊക്കെ ക്ഷത്രിയൻ കേൾക്കും, അപ്പോഴേക്കും ഓടും. അർജന്റായിട്ട് എന്തെങ്കിലും കാര്യം ചെയ്യാനുണ്ടാവും, പോയിട്ട് അപ്പുറത്ത് പോയിട്ട് കുശുകുശു തുറന്നിരുന്നാലും വേണ്ടില്ല, എണീറ്റ് പോവാതെ പിടിച്ചിരുന്നോ അയാൾ അവിടെ ഉണ്ടാവില്ല. എന്നാലും കുറച്ചൊക്കെ കേട്ട് ക്ഷത്രിയന് ഉയരാൻ സാധ്യതയുണ്ട്. വൈശ്യനും കേൾക്കാൻ കഴിയും, ശൂദ്രന് തീരെ കേൾക്കാൻ കഴിയില്ല. ശൂദ്രൻ കേൾക്കാനേ വരുന്നില്ല. പിന്നെ അല്ലാതെ അയാൾ കേട്ടാൽ അങ്ങനെ തെറ്റിദ്ധരിക്കപ്പെട്ടു പലതും. അതുകൊണ്ടാണ്, അല്ലാതെ അയാൾക്ക് കേൾക്കാൻ പാടില്ല എന്നൊന്നുമില്ല. ആർക്കും ആവാം, ഒരു പരിമിതിയും നിശ്ചയിക്കാൻ പാടുള്ളതല്ല. മനുഷ്യജന്മം തന്നെ മഹത്വത്തെ പ്രാപിച്ചിരിക്കുന്നത് ആത്മാന്വേഷണം കൊണ്ടാണ്, അല്ലാതെ മറ്റൊന്നുമല്ല. അവനാണ് നിർണയിക്കാൻ കഴിഞ്ഞാൽ നല്ലതാ, എന്നാ ഉയരാൻ വകുപ്പായി. അവനവന് നിർണയിക്കാൻ കഴിഞ്ഞാൽ രക്ഷപ്പെട്ടില്ലേ. ഇപ്പൊ ഞാൻ എവിടെയാ ഇരിക്കുന്നത് എനിക്ക് മനസ്സിലാക്കലാണ് ശരിയായ അറിവ്. വേറൊരാൾ എന്നോട് പറയാ നിങ്ങൾ ഇന്ന ആളാട്ടോ, ഇന്ന ആളാണ്, അത് വിചാരിച്ചിട്ട് ഞാൻ അങ്ങോട്ട് പൊന്തിപ്പോയി കഴിഞ്ഞാൽ അയാൾ കുറച്ച് മോളിക്ക് കൊണ്ടുപോയിട്ട് എന്നെ താഴ്ത്തിക്കിടും. അപ്പോഴേക്ക് സമയം പോകും. അല്ലെങ്കിൽ കുറച്ച് അതൊക്കെ പഠിച്ചിട്ട്, പുസ്തകം പഠിച്ചിട്ട് ഞാൻ അതാണെന്ന് തെറ്റിദ്ധരിച്ചു കഴിഞ്ഞാൽ അതും സമയം പോക്കായിരിക്കും. മറിച്ച് വാസ്തവത്തിൽ ഞാൻ ആരാണ്, ഈ രണ്ടും അല്ല, മൂന്നാമത് മറ്റൊന്നുണ്ട്. അതറിയാനാണ് സാധനങ്ങളല്ല. അവിടെ നിന്നാണ് ഉയരാൻ തുടങ്ങുക. അയാൾ പറഞ്ഞതല്ല, ശാസ്ത്രം കാണിച്ചു തന്നതല്ല, അതൊക്കെ തോന്നലായിരുന്നു. വാസ്തവത്തിൽ ഞാൻ ആരാണ് എന്ന് സ്വയം അറിഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്ന് എനിക്ക് ഉയരാൻ വകുപ്പുണ്ട്. അവിടെ നിന്നാണ് ശരിയായ ഉയർച്ച ആരംഭിക്കുന്നത്. അത് ഉൾപ്രോപ്പറ്റാണ്, ആരോടും പറയുന്നതാണ്. ഞാൻ വൈശ്യനാണോ ശൂദ്രനാണോ ക്ഷത്രിയനാണോ എന്നൊന്നും ആരോടും പറയുന്നു വേണ്ട. പക്ഷെ ഞാൻ അറിഞ്ഞിരുന്നാൽ എനിക്ക് ഉയരാൻ വകുപ്പുണ്ട്. വിട്ടുനിന്ന് നമ്മളെ വീക്ഷിച്ചാൽ ഏതായാലും ഇവിടെ പറയുന്നത് പഞ്ചീകൃതങ്ങളായ പഞ്ചമഹാഭൂതങ്ങളിൽ നിന്ന് സംഭവിച്ചതും
എന്ന് പറയുന്ന 11-ാം ശ്ലോകം അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്നത്. ആത്മന്യ ആരോപിതാസ്തോയെ രസവർണാദിഭേദവത്, അതായത് ആശ്രമം തുടങ്ങിയ ഭേദങ്ങളും ആത്മാവിൽ ഉപാധി ഭേദത്താൽ ആരോപിക്കപ്പെട്ടവയാകുന്നു. ഉപാധികളുടെ നാനാത്വ നിമിത്തം ആ നാനാത്വത്തിൽ ഏകത്വം ദർശിക്കേണ്ടതുണ്ട്. എന്നിട്ടാണ് പറയുന്നത് ജാതി നാമം മുതലായവ എന്ന് പറഞ്ഞാൽ ബാക്കിയും കൂടി മനസ്സിലായിക്കൊള്ളണം. പിന്നെ പറയുന്നത് അതിന് തെളിവ് പറയുന്നതാണ്, ആത്മധർമ്മങ്ങളല്ല എന്നുള്ളതിന് തെളിവ് പറയുകയാണ്. ജനിച്ച മാത്രയിൽ ശിശുവിനും സുഷുപ്തിയിൽ ലയിച്ചിരിക്കുന്നവർക്കും ഏത് ഈ ഭേദാനുഭവം ഇല്ല. അങ്ങനെയല്ലേ? അതുകൊണ്ട് ആത്മാവ് ബ്രാഹ്മണനോ ക്ഷത്രിയനോ രാമനോ കൃഷ്ണനോ സന്യാസിയോ ഗൃഹസ്ഥനോ ഒന്നുമല്ല. ദേശകാലാവസ്ഥകൾക്ക് അതീതവും നിത്യവും ഏകവും ആയ ചൈതന്യമാണ്. ആര്? ഞാൻ. വേറെ ആരെങ്കിലാണ്? അങ്ങനെയല്ല, ഞാൻ. വേറൊരാളെ മനസ്സിലാക്കിയിട്ട് കാര്യമില്ല. അയാൾ അങ്ങനെയാണ്, ഞാൻ അങ്ങനെയല്ല, ഞാൻ. അത് ഉറപ്പിച്ച് പറയാനുള്ള കഴിവ്. ആ ഞാൻ എന്ന് പറയുന്നത് മജ്ജാസ്തി മാംസം മലമൂത്രപാത്രമായ ദേഹത്തെ നോക്കിക്കൊണ്ടല്ല, അല്ലെങ്കിൽ ജാതി നാമവർണ്ണ ഭേദം ദൃഷ്ടിയിൽ കാണപ്പെടുന്നതല്ല. ഇപ്പൊ പ്രാഥമിക തലം കഴിഞ്ഞ ഒരാളോട് ഉപദേശിക്കുന്ന ഭാഗമാണത്. ഇതൊക്കെ എത്ര പറഞ്ഞാലും, കാരണം കുറെ കാലമായിട്ട് ഊട്ടി ഉറപ്പിച്ചതാണ് ഞാനതാണ്, ഞാൻ ബ്രാഹ്മണനാണ്, ഞാൻ സന്യാസിയാണ്, ഞാൻ ബ്രഹ്മചാരിയാണ്, ഞാൻ ഇന്ന ആളാണ്. ഒന്നുകിൽ അച്ഛനോ അമ്മയോ ചണ്ട കൂടിയിട്ട് ഉണ്ടാക്കിയിട്ട പേര്, അല്ലെങ്കിൽ അത് ഞാനാണെന്ന് അഭിമാനിച്ചു. അപ്പോഴാണ് ഗുരുനാഥൻ വേറൊരു പേര് തന്നത്, ആ അഭിമാനം പോകാൻ വേണ്ടിയിട്ട്. അപ്പൊ അതിൽ അഭിമാനമായി, ഇത് പേരറിയില്ല, ഞാൻ ഇന്നയാളാണ്, അത് വിളിക്കരുത്, ഇത് വിളിച്ചു കഴിഞ്ഞാൽ കുറച്ച് ചൂടായി എന്ന് വരും. അല്ല, അതൊക്കെ ഉണ്ടാവും. സമ്പ്രദായം പാലിക്കേണ്ടതല്ല കേട്ടോ പറഞ്ഞത്. പക്ഷെ അത് ഏതിലും കുറച്ച് കൂടുതൽ ഇന്ന പേര് ഇന്ന പാടുള്ളൂ, അല്ലെങ്കിൽ ഇന്ന മാതിരിയെ കാണാൻ പാടുള്ളൂ, അങ്ങനെ ഒരു കടുംപിടുത്തം വരുന്നുണ്ടെങ്കിൽ ഉറപ്പാണ് അയാൾ ഏതിലാ ഉറപ്പിച്ചിരിക്കുന്നുണ്ടാവുക. ഇപ്പൊ അയാളൊരു പൂജ ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ അയാൾ പറയുക എന്നെ തുടരുത്. ശരിയാ, നല്ലത്. പൂജ ചെയ്യുന്ന ഒരാളൊന്ന് വേറിട്ട് നിൽക്കുക, അത് നല്ലതാണ്, ആവശ്യമാണ്. പക്ഷെ അയാൾ അഥവാ ഒന്നറിയാതെ തൊട്ടുപോയാൽ അത് മഹാഭാവമായിട്ട് കാണുകയാണെങ്കിലോ, അത്രയും ശരീരബോധത്തിൽ ഉറച്ചിരിക്കുന്ന ആളാണ് അയാൾ. മറിച്ച് ആത്മാവ് ശരീരമായിട്ട് തൊടുന്നില്ല എന്ന് മനസ്സിലാക്കിയാൽ നല്ലതാണ് അല്ലേ? എന്നെ തുടരുത് എന്നല്ല, എന്നെ തൊടുന്നില്ല. ആര് തൊട്ടാൽ എനിക്ക് എന്ത് വേണം, എന്നെ തൊടുന്നില്ല. അത് മനസ്സിലാക്കിയാൽ കുഴപ്പമില്ല. മറ്റേതെന്ന് വെച്ചാൽ അതിൽ മാത്രം മുറുക്ക പിടിച്ചിരിക്കും. അത് മഹാപാപമായിട്ട് കാണും. ബാക്കിയുള്ളതൊക്കെയോ കൊടിയ പാപങ്ങൾ ചെയ്താൽ പോലും അതൊന്നും പ്രശ്നമല്ല. ഒരു ഒന്നറിയാതെ ഒരു കൊച്ചുകുട്ടിയെ തൊട്ടുപോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനെ നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അതിൽ നമ്മൾ മുറുക്ക പിടിക്കും. ഇത് സമൂഹത്തിൽ കാണുന്ന ഒരു പ്രവണതയാണ്. എന്തിനത്ര പേരില്, രൂപത്തില്, അല്ലെങ്കിൽ വേഷത്തില്, ഇതൊക്കെ ബാഹ്യമായ ചില തിരിച്ചറിയലുകൾ ഉള്ളതാണ്. അതിന് വേണ്ടെന്ന് വെച്ചാൽ വേണം, അതുവരെ കൊടുക്കണം. അതാ നേരത്തെ പറഞ്ഞൊരു പൂജ ചെയ്യുന്ന ഒരാൾ നമ്മൾ തീർത്തും മറ്റുള്ളവരുമായി ഇടപഴകി ഒരു വ്യത്യാസമില്ലാതെ കഴിയണമെന്നൊന്നും നമ്മൾ പറയുന്നില്ല. ഓരോരോ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അതിൻ്റെതായ ചില പരിധികളൊക്കെ ഉണ്ട്. പക്ഷെ അത് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് പ്രശ്നമാണ്. അല്ലെങ്കിൽ ഒരു സന്യാസി ഇന്ന കാഷായം ധരിച്ച ആളാണ്, അതുകൊണ്ട് ആ കാഷായത്തിന് മഹത്വം ഇല്ല എന്നൊന്നുമല്ല. കാഷായത്തിന്റെ മഹത്വം വളരെ ശ്രേഷ്ഠം തന്നെയാണ് അല്ലേ? പക്ഷെ അതേ സമയത്ത് അത് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് ബാക്കിയൊക്കെ വിസ്മരിച്ചു പോയാലോ അല്ലേ? അപ്പൊ വെറും സ്വാമിജി പറയാറില്ലേ, കാരണം വെച്ചാല് സന്യാസത്തിന്റെ വില അതിന്റെ വിലയാണ്. അല്ലെങ്കിൽ ഒരു ബ്ലേഡിന്റെ ഒരു മുണ്ടനം ചെയ്യാനുള്ള മുണ്ടിയാണല്ലോ സന്യാസി. അതെ, ഉള്ളില് പുറത്ത് കുറച്ച് കാഷായമൊക്കെ ആവാൻ അർത്ഥം, അകത്ത് കാഷായം ഇല്ലെങ്കിൽ ഇതിലൊക്കെയാവും മുഖ്യത കൊടുക്കുക.
മുഖ്യമായതിന് ഗൗണമായിട്ടും ഗൗണമായതിന് മുഖ്യമായിട്ടും ധരിക്കും. അവിടെയാ പ്രശ്നം. ഇതെല്ലാ മേഖലയിലും ഉണ്ട് എന്നുള്ളത് ഉറപ്പാണ്. ഇല്ലെന്ന് പറയാൻ പറ്റുമോ? ഇടപഴകുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. എല്ലാ മേഖലയിലും. പിന്നെ എന്തിനാ ഇപ്പൊ നമ്മളിത് ചർച്ച ചെയ്യണം? എല്ലാ മേഖലയിലും ഉണ്ടെന്നൊക്കെ പഠിക്കും. നമ്മളിൽ എന്തോ ഉണ്ടെന്നുള്ളത് പുനഃപരിശോധിച്ചിട്ട് നമ്മൾക്ക് തിരുത്തൽ വരുത്താന്നല്ലാതെ വേറെ വഴിയൊന്നുമില്ല, അല്ലേ? സ്വയം ഒരു പരിശോധന നടത്താൻ പറ്റും. മറ്റൊരാളെ കുറിച്ച് ചർച്ച ചെയ്യുന്ന സമയത്ത് എന്നിൽ അങ്ങനെ വല്ലതും ഉണ്ടോ എന്നൊന്ന് വിട്ടുനിന്ന് വീക്ഷിച്ച് സ്വയം ഒന്നല്ലെങ്കിൽ ഒന്നുണ്ടായി വിടാമെന്നൊന്നും പറയാൻ വയ്യ. ഉണ്ടെങ്കിൽ ഏതായാലും പറയാണ്, സ്ഥൂലം, സൂക്ഷ്മം, കാരണം എന്നിങ്ങനെ 3 ശരീരങ്ങളാണ് ജീവന്റെ ഉപാധികൾ. പ്രാഥമിക തലത്തിൽ അതുപോലും ചിന്തിക്കാൻ കഴിയുന്നില്ല. സ്ഥൂലദേഹമാണ്. പിന്നെ എനിക്ക് 1 അല്ല 3 ഉണ്ട്. സ്ഥൂലം, സൂക്ഷ്മം, കാരണം. ഇത് തത്വബോധത്തിൽ ഇത് ഇങ്ങനെ പറയുന്നുള്ളൂ, ഇതിൽ അങ്ങനെയല്ല. ഇതിൽ ഇനിയുള്ള ശ്ലോകങ്ങളെ കൊണ്ട് കുറച്ചും കൂടി വിസ്തരിക്കുന്നുണ്ട്. അതാണ് ഇവിടെ ഉള്ളൊരു ഗുണം. പഞ്ചമഹാഭൂതങ്ങളെ ആയാലും സ്ഥൂല, സൂക്ഷ്മ, കാരണ ശരീരങ്ങളെ, തനുത്രയത്തെ ആയാലും ഒക്കെ ഒന്നുകൂടി വിസ്തരിച്ച് തരുന്നുണ്ട് ഇവിടെ. ഇവിടെ സ്ഥൂലം, സൂക്ഷ്മം, കാരണം എന്നിങ്ങനെ 3 ശരീരങ്ങളാണ് ജീവന്റെ ഉപാധികൾ. സ്ഥൂലം, സൂക്ഷ്മം, കാരണം. അപ്പൊ ആരോടാണ് ഇപ്പൊ ഞാൻ കടപ്പെട്ടിരിക്കുന്നതെന്ന് ചോദിച്ചാൽ, സ്ഥൂലദേഹത്തിന്റെ അവകാശികൾ, ഈ സ്ഥൂലദേഹത്തിന്റെ അവകാശികൾ അച്ഛനും അമ്മയും. ഏത് അച്ഛനും അമ്മയും? സൂക്ഷ്മദേഹത്തിന്റെ, കാരണദേഹത്തിൻ്റെത്. ചിന്തിച്ചു കഴിഞ്ഞാൽ 3ൽ 1 ഉള്ളൂ, ബാക്കി ആരും. ഇത് ആദ്യം അറിയില്ല. അപ്പൊ എന്തായി? ഇവിടെയില്ല അവിടെയില്ല. അതാവും. അതുകൊണ്ട് പ്രാഥമിക തലമൊന്നുമല്ല. പ്രാഥമിക തലത്തിൽ സ്ഥൂലദേഹം തന്നെയാണ് ഞാനെന്ന് ധരിച്ചിരിക്കുമ്പോൾ വേറെ ശരീരമൊന്നുമില്ല. ആ ശരീരത്തിന്റെ നാശം, മരണം. ആ സ്ഥൂല ശരീരത്തിന്റെ നാശം, മരണം എന്നല്ല അവിടെ പഠിക്കുന്നത്, ശരീരത്തിന്റെ നാശം എന്നാണ്. കാരണം അവിടെ 3ആയിട്ട് വേർതിരിച്ച് പഠിക്കുന്നില്ല. അതുകൊണ്ട് സ്ഥൂലദേഹത്തിന്റെ നാശം മാത്രമാണ് മരണം. സൂക്ഷ്മവും കാരണവും നശിക്കുന്നു ഏതില്? ജ്ഞാനത്തിൽ. അതുകൊണ്ട് ശരിയായ മരണം അവിടെയാണ് സംഭവിക്കുന്നത്, പിന്നെ ജനിക്കുന്നില്ല. മറ്റത് ജനിക്കുന്നുണ്ട്. ഏത്? സ്ഥൂലം മാത്രമേ നശിച്ചിട്ടുള്ളൂ, സൂക്ഷ്മവും കാരണവും ബാക്കിയുണ്ട്. കാരണമുള്ള കാലത്തോളം എന്തായാലും അത് പൊട്ടി മുളയ്ക്കും. വേര് നശിച്ചിട്ടില്ല, കൊമ്പ് മുറിച്ചിട്ടുള്ളൂ, പിന്നെയും തെഴുത്ത് വരും. പ്രജനനശേഷി ഉണ്ടതിന്. ആ വിത്തിന് വറുത്ത വിത്തല്ല, കാഴ്ചയ്ക്ക് വറുത്തതാണെന്ന് തോന്നുന്നു. പയർ വിത്ത് പോലെ. രണ്ടും ഒരേപോലെ ഉണ്ടേ. പയർ വിത്ത് വറുത്തതും വറുക്കാത്തതും ഒരേപോലെ ഉണ്ടേ. ഒന്ന് അനുകൂലത്തിൽ മുളയ്ക്കും, മറ്റൊന്ന് അനുകൂലത്തിൽ മുളയ്ക്കില്ല. അനുകൂലമായാലും പ്രതികൂലമായാലും എന്ത് തന്നെ ആവട്ടെ, അത് ഈ ആത്മധർമ്മങ്ങൾ ശരീരധർമ്മങ്ങളുമായി ഒരു കാരണവശാലും തെറ്റിദ്ധരിക്കപ്പെടുന്നില്ല. മറ്റത് ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അതൊക്കെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ടാണ് മനസ്സിലാക്കുക. അതുവരെ ഈ ആരോപിതങ്ങളായവയിൽ നമ്മൾ ഭ്രമിച്ചു പോകുന്നുമുണ്ട്. ഞാൻ ബുദ്ധിതലത്തിൽ കുറെ അതും ഇതൊക്കെ പഠിച്ചു, എന്നിട്ട് പുനർജന്മമില്ല, അല്ലെങ്കിൽ ശാസ്ത്രത്തിൽ പറയപ്പെട്ട കർമ്മങ്ങളൊന്നും ഞാൻ ചെയ്യണ്ട, ഇത് കർമ്മം ചെയ്യണ്ട, മറ്റേ കർമ്മം ചെയ്യണ്ട, മറ്റേ കർമ്മം ചെയ്യണ്ട എന്നൊന്നും പറഞ്ഞിട്ടൊന്നും കാര്യമൊന്നുമില്ല. എന്തുണ്ടാവും? അത് ബുദ്ധിതലത്തിലേ ഉണ്ടായിരുന്നുള്ളൂ. ഈ സ്ഥൂല, സൂക്ഷ്മ, കാരണ ശരീരത്തെയും അറിഞ്ഞ് അതിനെ അതിക്രമിച്ച ഒരു ജീവൻ, അങ്ങനെയുള്ള ഒരാളെ സംബന്ധിച്ച് എന്തുണ്ടെങ്കിലും അയാൾക്കത് ഒരു പ്രശ്നമൊന്നുമല്ല. മറ്റയാൾക്ക് ഒന്നല്ലെങ്കിൽ ഒന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. എന്താ? ബുദ്ധിതലത്തിൽ പഠിച്ചിട്ട് കാര്യമില്ല എന്നർത്ഥം. ഇതിനെ 3നെയും അറിഞ്ഞ് അതിക്രമിക്കുന്നത് വരെ സ്ഥൂലദേഹത്തെ സംബന്ധിക്കുന്നവ
സൂക്ഷ്മദേഹത്തെ സംബന്ധിക്കുന്നവ ഒക്കെ നമ്മളെ ബാധിച്ചു വരും. ഒന്ന് മാത്രം പോയിട്ടൊന്നും കാര്യമില്ല. കാരണം കൂടി ഇല്ലാതായ പിന്നെ എന്തായി? കാരണം അജ്ഞാനാണല്ലോ. എല്ലാം അവരുടെ അനുഗ്രഹം വേണ്ടി വരും. അവരുടെ അനുഗ്രഹം ഇല്ലെങ്കിൽ നമ്മൾ ആകെ തുലഞ്ഞു പോവും. ഇനി അവരുടെ അനുഗ്രഹത്തിന് വേണ്ടി നമ്മൾ ഇന്നതൊക്കെ ചെയ്യണം. ഇതൊക്കെ സത്യമാണത്. ബുദ്ധിതലത്തിൽ ഇത് പഠിച്ചിട്ട് അതൊന്നും സത്യമല്ല, കർമ്മങ്ങളൊന്നും ചെയ്യണ്ട, എനിക്ക് ആരോടും ഒരു വിധേയത്വം ഇല്ല, ഞാൻ ആകാശത്ത് പൊട്ടി വീണതാണെന്നൊക്കെ വിചാരിച്ചു പോയാൽ എന്തുണ്ടാവും? ചില ഘട്ടങ്ങളിലൊക്കെ നമ്മൾ പരാജയപ്പെടും. ജീവിതത്തിൽ വിഷമവും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാവും. ഇത് ഏത് തരത്തിലും ഉണ്ട് ഇല്ലേ? ഇപ്പൊ ജ്യോതിഷം എന്നുള്ളത് ശാസ്ത്രമാണെന്ന് പറയുമ്പോൾ തന്നെ അത് തെറ്റെന്നും പറയാൻ നമ്മളെ കൊണ്ടൊന്നും പറ്റില്ല. പറ്റുമോ? പക്ഷെ ആർക്ക്? ആരോട്? ശ്രീരാമൻ നിമിത്തങ്ങളെ നോക്കിയില്ലെങ്കിൽ ദശരഥൻ നോക്കിയിരുന്നല്ലോ. ദശരഥനെ സംബന്ധിച്ചത് വേണം. എല്ലാവരും ശ്രീരാമന്മാരല്ലല്ലോ. അതെല്ലാ മേഖലയിലും അങ്ങനെ തന്നെയല്ലേ? കഴിഞ്ഞ പ്രാവശ്യം ഇതിന്റെ മുമ്പത്തെ ഭാഗമായി ഈ ഭാഗത്തിന് തുടർച്ചയായിട്ടല്ല അല്ലേ? ചിന്തിച്ചു നോക്കൂ. കാരണം ക്ഷേത്രങ്ങളും അതുപോലെ ആചാര്യന്മാര് ക്ഷേത്രങ്ങൾ പ്രതിഷ്ഠ നടത്തിയത്, അതേപോലെ അവര് സ്തോത്രങ്ങളെ രചിച്ചത്, ഇതൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് പലതരത്തിൽപ്പെട്ട ആളുകൾക്ക് വേണ്ടി അവരുടെ അടുത്ത് വരെയല്ല, അവരെക്കാളും താഴേക്ക് ഇറങ്ങിച്ചെന്നിരുന്നു. പക്ഷെ അതൊന്നും ആത്മധർമ്മങ്ങളായിട്ട് ആരോപിക്കപ്പെടുന്നില്ല. പക്ഷെ ഒരു ധർമ്മം ഇല്ല എന്ന് പഠിച്ചാലും ബുദ്ധിതലത്തിൽ അറിഞ്ഞാലും നമ്മൾ ആ തലത്തിലേക്ക് എത്തിപ്പിടിക്കാത്ത കാലത്തോളം ഇതൊക്കെ ആ ജീവനെ ബാധിക്കുന്നുണ്ട്. അജ്ഞാന തലത്തിൽ അതില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അതാ പറഞ്ഞുകൊണ്ടത്. അതായത് തിരശ്ചീനമായി സഞ്ചരിക്കുന്ന തലത്തിലൊക്കെ തിര്യക് ജീവജാലങ്ങൾ അല്ലേ, തിരശ്ചീനമായി സഞ്ചരിക്കുന്ന കാലം വരെ ഈ ബാഹ്യപ്രകൃതി മായ നമ്മെ പിടിച്ച് തുഴക്കിടുന്നുണ്ട്. വലിയ വേദാന്തം വേണമെങ്കിൽ പ്രസംഗിക്കാം, പക്ഷെ അവനവന്റെ അനുഭവം വരുമ്പോ താടിക്ക് കയ്യും കൊടുത്ത് ഇനിയിപ്പോ എന്താ വഴിയെന്ന് ആലോചിച്ച് അത് ആത്മാവിൽ ആലോചിക്കാൻ പറ്റുമോ? ആത്മാവിന് ദുഃഖം ഉണ്ടാവുമോ? അതൊന്നും ചോദിക്കരുത്. ഇപ്പൊ ഞാൻ ദുഃഖിക്കുന്നു അല്ലെങ്കിൽ അല്ലേ, അങ്ങനെ ചെയ്യാൻ പാടില്ല, ഇങ്ങനെ ചെയ്യാൻ പാടില്ല, അങ്ങനെ അയാളിനോട് ഇങ്ങനെ ചെയ്തുവല്ലോ, ഇയാളിനോട് ഇങ്ങനെ ചെയ്തുവല്ലോ എന്നൊക്കെ നമ്മൾ പറഞ്ഞു എന്ന് വരും വ്യവഹാരത്തിൽ. അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കണ സമയത്ത് അല്ലേ, ആത്മാവ് കഴിക്കുന്ന പ്രത്യേക ഭക്ഷണമൊക്കെ ഉണ്ടാവും. കിടന്നുറങ്ങണമെങ്കിൽ ഇന്നതൊക്കെ പാടുള്ളൂ. സംഗതി വലിയ വേദാന്തമൊക്കെ പഠിച്ചിട്ടുണ്ടാവും, വലിയ വേദാന്തമൊക്കെ പ്രസംഗിക്കാൻ പറ്റും. പക്ഷെ നിസ്സാരങ്ങളായ കാര്യങ്ങൾ പോലും നമുക്ക് അവിടെയാണ് പ്രശ്നം. ഏതായാലും അതിനെ വിസ്തരിക്കുകയാണ് പിന്നെ ചെയ്യുന്നത്. ഉപാധിത്രയത്തെ വേർതിരിക്കുന്നതിന്റെ ആദ്യത്തെ പടിയായി സ്ഥൂല ശരീരത്തെ വർണ്ണിക്കുന്നു. സ്ഥൂല ശരീരം എന്താണെന്ന് ഉപാധി ഭേദത്താലാണ് ആത്മാവ് ആരോപിക്കപ്പെടുന്നത്. അതാണ് എന്നൊക്കെ തെറ്റിദ്ധരിക്കപ്പെടുന്നത്. അത് മൂന്ന് കവറിലൂടെയാണ് ഇത്. കോശം എന്ന് പറഞ്ഞാൽ ഉറ, ആവരണം എന്നൊക്കെയാണ് അർത്ഥം. പഞ്ചകോശം, വിവേകം ഇവിടെ പറയാൻ പോവുകയാണ്. പഞ്ചകോശത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഈ സ്ഥൂല സൂക്ഷ്മ കാരണ ശരീരങ്ങൾ പറയപ്പെട്ടത്. ഈ 5ഉം 3ഉം തമ്മിൽ വളരെ ബന്ധമുണ്ട്, പരസ്പരം ബന്ധമുണ്ട്. അതിനനുസൃതമായിട്ടാണ് ഈ 3 ഉള്ളത്, സ്ഥൂല സൂക്ഷ്മ കാരണ ശരീരങ്ങളുള്ളത്. അപ്പൊ ഇവിടെ പറയുന്നത് എന്താണ് ഈ ഉപാധിത്രയം? 3 ഉപാധികൾ ഏതൊക്കെയാണ്? സ്ഥൂലം, സൂക്ഷ്മം, കാരണം. അതിൽ സ്ഥൂലം, സൂക്ഷ്മം, കാരണം എന്നുള്ളത് എന്താണെന്ന് വേർതിരിച്ചു പഠിക്കുകയാണ് പറ്റുന്നത്. പഞ്ചീകൃത മഹാഭൂത സംഭവം കർമ്മ സഞ്ചിതം ശരീരം സുഖദുഃഖാനാം ഭോഗായതനമുച്യതേ. പഞ്ചീകൃതങ്ങളായ പഞ്ചമഹാഭൂതങ്ങളിൽ നിന്ന് സംഭവിച്ചതും കർമ്മവാസനകളുടെ ഫലമായി വന്നു ചേർന്നതും ആയ ശരീരം, അതിനാണ് സ്ഥൂല ശരീരം. നല്ലൊരു നിർവചനമാണ് ഇവിടെ തരുന്നത്. സുഖദുഃഖങ്ങളുടെ അനുഭവത്തിന് വേണ്ടിയുള്ള ആയതനം, അതായത് ആധാരം ആണെന്നും പറയപ്പെടുന്നു.
എന്ന് പറയുമ്പോൾ പഞ്ചീകൃതങ്ങളായ പഞ്ചമഹാഭൂതങ്ങൾ, പഞ്ചീകരിക്കപ്പെട്ടത്. അവിടെ അത് എന്താണെന്ന് വേർതിരിച്ച് ഓരോന്ന് പഠിക്കുകയാണ് ഇനി ചെയ്യുന്നത്. പഞ്ചീകൃതങ്ങൾ എന്ന് പറഞ്ഞാൽ സത്വം, രജസ്, തമസ് എന്നീ 3 ഗുണങ്ങളോട് കൂടിയതും അനാദിയും. അനാദി എന്ന് പറയുമ്പോൾ മനസ്സിലാക്കേണ്ടത് ആദി ഇല്ലാത്തത് എന്നല്ല, ആദി എന്നാൽ അറിയപ്പെടാത്തത്. പാരാവാരം എന്ന പോലെ, കര കാണാക്കടൽ എന്ന് പറയുന്നത് പോലെ. കര കാണാക്കടലാണ്, കര ഇല്ലെന്ന് പറഞ്ഞില്ല. അങ്ങനെ അനാദിയും അനിർവചനീയവുമായ ഈശ്വര ശക്തിയെ മായ എന്ന് ആര് പറയുന്നു? വേദാന്തികൾ പറയുന്നു. അതിനെ തന്നെ വേറെ ഭാഷയിൽ പറയും അവ്യാകൃതം. പിന്നെന്ത് പറയും? മൂലപ്രകൃതി. പിന്നെന്ത് പറയുന്നു? വേറെയും പല പേരുകളുണ്ട്. ഇതൊക്കെ പറയുന്നത് ഒന്നിനെ തന്നെയാണ്. എന്നീ പദങ്ങൾ അതിന്റെ പര്യായങ്ങളാകുന്നു. ഇതൊക്കെ പര്യായങ്ങളാണ്. അവ്യാകൃതം, മൂലപ്രകൃതി, ഗുണസാമ്യം എന്നൊക്കെ പല സ്ഥലത്ത് ബ്രഹ്മസൂത്രത്തിൽ ഗുണസാമ്യം എന്നൊക്കെ പറയും. ഇതിന് അതായത് വിക്ഷേപം, ആവരണം എന്നിങ്ങനെ 2 തരത്തിലുള്ള ശക്തികൾ മായയിൽ പ്രവർത്തിക്കുന്നുണ്ട്. വിക്ഷേപം, ആവരണം. ഇപ്പൊ രാമായണം തുടങ്ങിയവയിൽ നോക്കിയാലും ഭാഗവതം തുടങ്ങിയവയിൽ നോക്കിയാലും ഒക്കെ ഇതിനെക്കുറിച്ച് തന്നെ പറയാം. ഇങ്ങനെയാണ് അതിന്റെ ആ റൂട്ട് വരുന്നത്. വിക്ഷേപം, ആവരണം. ഈ വിക്ഷേപം, ആവരണം എന്നുള്ളത് 2 തരത്തിലുള്ള ശക്തികൾ മായയിൽ അന്തർഭവിക്കുന്നുണ്ട്. പിന്നെയോ ഇവരുടെ പണി എന്താ? സത്യത്തെ മറച്ചു വെച്ച് തൽസ്ഥാനത്ത് അസത്യത്തെ കാണിക്കലാണ് ആരുടെ പണി? പൊതുവായി പറഞ്ഞാൽ മായയുടെ പണി. സത്യത്തെ മറച്ചു വെച്ച്, അതാണ് ഈ പ്രകൃതി. സത്യത്തെ മറച്ചു വെച്ചിരിക്കുന്നു. എന്നിട്ടോ അവിടെ അസത്യത്തെ കാണിച്ചു കൊടുക്കുക. ഹിരൺമയേണ പാത്രേണ സത്യസ്യാദി ഹിതമുഖം. അപ്പൊ വളരെ പണിയുണ്ട് അവിടെ. ജിജ്ഞാസുവായ ഒരാൾക്ക് അവിടെ പണിയുണ്ട്. എന്താ പണി? സത്യം അല്ല കാണുന്നത്. അങ്ങനെയാണല്ലോ. സത്യത്തെ കാണണമെങ്കിൽ എന്ത് വേണം? ഈ മൂടുപടം മാറ്റം. പ്രകൃതിയും പ്രകൃതിയിലുള്ളവരും ഒക്കെ ഈ മൂടുപടം ഉള്ളവരാണ്. നമ്മളിലൊക്കെ ഉണ്ടത്. കാരണം നമ്മൾ പ്രകൃതിയിലാണല്ലോ, പ്രകൃതിയുടെ ഭാഗമാണല്ലോ. ആ മൂടുപടത്തെ മാറ്റിക്കഴിഞ്ഞാലേ സത്യത്തെ അറിയാൻ പറ്റും. അപ്പൊ സത്യത്തിന്റെ മുഖം മൂടപ്പെട്ടിരിക്കുന്നു. ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ കാർമേഘത്തിന് സൂര്യനെ മറക്കാൻ പറ്റുമോ എന്നും ചോദിക്കരുത്. ഇത് നമ്മൾ ഇവിടെ നിന്ന് എങ്ങനെ നമ്മുടെ തലത്തിൽ നിന്ന് മെല്ലെ ഉയർത്തിക്കൊണ്ടുപോകണം നമ്മൾ. അതാണ് പ്രകരണ ഗ്രന്ഥങ്ങളുടെ പ്രത്യേകത. നമ്മൾ ആദ്യം വലിയ ഉപനിഷത്ത് പഠിച്ചു വെച്ചുകൊണ്ട് വേറെ പ്രശ്നം വരും. മുമ്പ് പറഞ്ഞില്ലേ, സൂര്യനെ മറയ്ക്കാൻ പറ്റില്ല മേഘത്തിനെന്ന് പറഞ്ഞു. അതുപോലെ മായയ്ക്ക് വശകരാവുമോ നമ്മളൊക്കെ എന്ന് ചോദിച്ചാൽ അതിനുവേണ്ടിയാണ് നേരത്തെ പറഞ്ഞത്. ഈ തലത്തിൽ ബുദ്ധിതലത്തിൽ അറിഞ്ഞുകൊണ്ട് കാര്യമില്ല. നമ്മളൊക്കെ ബുദ്ധിതലത്തിൽ അറിഞ്ഞു വെച്ചിട്ടുണ്ട്. പക്ഷെ വ്യവഹാരത്തിൽ നമ്മളെ സുഖദുഃഖങ്ങളും മാനാപമാനങ്ങളും നിന്ദാസ്തുതികളും ഒക്കെ നമ്മളെ ബാധിക്കുന്നുണ്ട്. ആരെങ്കിലും ഒന്ന് സ്തുതിച്ചു നോക്കിയാലല്ലേ അറിയുള്ളൂ. ഉള്ളിന്റെ ഉള്ളിലെങ്കിലും പൊന്തിനുണ്ടോന്നൊക്കെ അല്ലേ, പുറത്ത് പറയണ്ട. അപ്പോ എവിടെയാണ് ഞാൻ ബുദ്ധിതലത്തിലെ അറിഞ്ഞിട്ടുള്ളൂ എന്ന് സ്വയം മനസ്സിലാക്കി ഞാൻ എത്തിയിരുന്ന സ്ഥലത്ത് നിന്ന് എനിക്ക് ഉയരാനുള്ള സാധനകളിൽ എനിക്ക് കൂടുതൽ കൂടുതൽ വ്യാപൃതനാവാൻ ഉള്ള ഒരു വെളിച്ചം എനിക്ക് കിട്ടും, ഒരു മാർഗദർശിത്വം എനിക്ക് കിട്ടും. അത് നല്ലതാണ്. ആരോടും പറയൊന്നും വേണ്ട, ഒരു ഉൾപ്പം നല്ലതാണ്. പക്ഷേ അത് ഉണ്ടെങ്കിൽ എന്ത് വേണം? സ്വകാര്യ സാധനങ്ങൾക്ക് ശക്തി കൂട്ടി ബുദ്ധിതലത്തുനിന്ന് ഉപരി എത്താൻ പരിശ്രമിക്കണം. ആ തലത്തിൽ ഇതൊക്കെ ചർച്ച ചെയ്യപ്പെടുന്നു. പറഞ്ഞു മനസ്സിലായില്ലേ? എനിക്ക് എന്നെ മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോകണം. അത് ആരോടും പറയൊന്നും വേണ്ട എന്നർത്ഥം. പറഞ്ഞിട്ട് ഇപ്പം എന്താ കാര്യം? പറയുന്നതിലേറെ നല്ലത് ചെയ്യാണല്ലോ. അതുകൊണ്ട് ഏതായാലും ഇവിടെ വിക്ഷേപം, ആവരണം എന്നിങ്ങനെ 2 തരത്തിലുള്ള ശക്തികളാണ് മായയിൽ അന്തർഭവിക്കുന്നത്. സത്യത്തെ മറച്ചുവെച്ച് തൽസ്ഥാനത്ത് അസത്യത്തെ കാണിക്കലാണ് മായയുടെ സാമാന്യ സ്വഭാവം. അതിൽ സത്യത്തെ മറച്ചുവെക്കുക, വെളിപ്പെടുത്താതിരിക്കൽ ആവരണവും, അസത്യമായതിനെ സത്യമായി കാണിക്കുന്നത് വിക്ഷേപവും. അതെ, ഇത്രയേ ഉള്ളൂ. ഇത് രണ്ടും പെട്ടെന്ന് നമ്മൾക്ക് ചിന്തിച്ചാൽ പറയും ഇത് 2ആയിട്ട് പറയേണ്ടതില്ലല്ലോ എന്ന് പറയും. 2ആയിട്ട് പറയുന്നെ വേണം. ആവരണം ചെയ്യപ്പെട്ട വിക്ഷേപമായി,
ആവരണം ചെയ്യപ്പെട്ടില്ലെങ്കിൽ വിക്ഷേപമില്ല. അതുകൊണ്ട് വേർതിരിച്ച് പറയുന്നു, പഠിക്കാനുള്ള സൗകര്യത്തിന് വേണ്ടി. അങ്ങനെ മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ സത്യം ഈശ്വരൻ മാത്രമാകുന്നു എന്ന ബോധം ഇല്ലാതിരിക്കുന്നത് മായയുടെ ആവരണ ശക്തി കൊണ്ടാണ്. അതും സത്യമായിരിക്കാം, നിങ്ങളൊക്കെ പറയുന്നത് സത്യമാണ്, പക്ഷേ ഇതും സത്യമല്ലേ? കാരണം ഞാൻ കാണുന്നതല്ലേ. അതുകൊണ്ട് ഇപ്പൊ നമ്മളൊക്കെ വേറെയാണ് ഇരിക്കുന്നത് എന്നുള്ളത് സത്യമല്ലേ? ഇത് സത്യമല്ല അറിയാൻ പറ്റും. ഈ കാണുന്നതൊക്കെ സത്യമല്ല എന്നൊക്കെ പറയാൻ പറ്റും. എന്നാൽ ആൾക്ക് എന്തോ കുഴപ്പമുണ്ട്. അപ്പൊ ഇതും സത്യമാണ്, നിങ്ങൾ പറയുന്നതും സത്യമാണ്. സ്വർണവും സത്യമാണ്, ആഭരണവും സത്യമാണ്. അത് മായയുടെ പിടിയിലുള്ളതുകൊണ്ടാണ്. മുഴുവനായിട്ട് മറ നീങ്ങിയിട്ടില്ല. പറഞ്ഞാൽ മനസ്സിലാവുമോ? ഇല്ല. സ്വർണ്ണാഭരണം, സ്വർണവും സത്യം, ആഭരണവും സത്യം, സത്യമല്ലേ? ഇല്ലെങ്കിൽ വ്യവഹാരം നടക്കുമോ? അതെ. വിളക്ക്, ഓട്ട് വിളക്ക് എണ്ണയൊഴിച്ച് കത്തിക്കുന്നുണ്ടെങ്കിൽ ഓട് വിളക്കായി ഞാൻ അംഗീകരിക്കുന്നു. നോട് വിളക്കായോ? ഇപ്പൊ വ്യവഹാരത്തിൽ വ്യവഹാരം മാത്രമാണ് തിരിച്ചറിഞ്ഞിട്ടില്ല. കാരണം വ്യവഹാരത്തിന് വേണ്ടി ആണ് ഉള്ളത് എന്നത് മായയാണ് എന്ന് തിരിച്ചറിഞ്ഞാൽ മായാവിയായി. അതുകൊണ്ട് മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ സത്യം ഈശ്വരൻ മാത്രമാകുന്നു, ഇവിടെ രണ്ടില്ല എന്ന ബോധം ഇല്ലാതിരിക്കുന്നത് മായയുടെ ആവരണ ശക്തി കൊണ്ടും ദൃഷ്ടിപഥത്തിലുള്ള പ്രപഞ്ചമാണ് സത്യം എന്ന ധാരണ വിക്ഷേപശക്തി കൊണ്ടും ഉണ്ടാകുന്നു. വിക്ഷേപശക്തി എന്നത് ഈശ്വരന്റെ സൃഷ്ടിശക്തിയാണ്. അഗ്നിയിൽ നിന്ന് തന്നെയാണ് പുകയുണ്ടാവുന്നത്. ആ പുകയാണ് അഗ്നിയെ ജ്വലിക്കാതിരിക്കാൻ കാരണമാകുന്നത് എന്ന പോലെ. ദൃഷ്ടാന്തം പൂർണ്ണമല്ലെങ്കിലും ദൃഷ്ടാന്തത്തിൽ ഭഗവത്ഗീതയിൽ ഇതൊരു കാണുന്നുണ്ട് അല്ലേ? ധൂമേന വ്രിയതേ വന്യ. വേറെ എവിടെ നിന്നും പുറത്തുനിന്ന് വന്നിട്ടുണ്ടായതല്ല. അപ്പോഴേക്ക് രണ്ടെണ്ണമായി. ഇതല്ല, അഗ്നിയുടെ തന്നെ ഭാഗമായ പുക അഗ്നിയെ മറയ്ക്കുന്നത് പോലെ എന്ന് പറയാം. വേറെ എവിടെന്നെങ്കിലും പുറത്തുനിന്ന് കൊണ്ടുവന്നതല്ല. അതുപോലെ തന്നെ നമ്മുടെ ഈ ഭ്രമം നമ്മളെ തന്നെ സത്യത്തെ മറച്ചു വെച്ചിട്ട് പ്രവർത്തിപ്പിക്കുന്നു. അതിനെന്താ വഴി? നല്ലോണം ജ്വലിപ്പിക്കുക. അപ്പൊ പുകയില്ലാതാവും അല്ലേ? അല്ലാതെ വേറെ വഴിയൊന്നുമില്ല. അല്ല, അതെ, ചിലപ്പോ കെട്ടൊന്നും വരും. അതിന് ഉപായം വേണം അല്ലേ? ഏതിനു വേണം ഉപായം? പ്രപഞ്ച സൃഷ്ടി ചില വ്യവസ്ഥകളോടും പ്രക്രിയകളോടും കൂടിയതാകുന്നു. ഈ പ്രക്രിയ പഞ്ചീകരണം എന്ന പേര് അറിയപ്പെടുന്നു എന്ന് മാത്രം. ചില പ്രക്രിയ, അതെ, ഈ ആവരണത്തെയും വിക്ഷേപത്തെയും ഒക്കെയാണ് ഈ പഞ്ചീകരണം എന്നുള്ളതുകൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത്. അതൊക്കെ ഇങ്ങോട്ട് താഴോട്ടുള്ള തലമാണ്. ഇത് ആത്മാവിലൊന്നും ആരോപിക്കപ്പെടരുത്. എന്നിട്ട് എന്താ പറയുന്നത് വെച്ചാല്, തന്മാത്രകളെ സൂക്ഷ്മഭൂതങ്ങൾ, അപഞ്ചീകൃത ഭൂതങ്ങൾ എന്നൊക്കെ പറയുന്നു. ഏതിനെ? സൃഷ്ടിയിൽ ആദ്യം ഉണ്ടാകുന്നത് പഞ്ചഭൂതങ്ങളുടെ തന്മാത്രകളാണ്. സൃഷ്ടിയിൽ ആദ്യം ഉണ്ടാകുന്നത്. സൃഷ്ടി തന്നെ സത്യമല്ല എന്ന് ആദ്യം അറിഞ്ഞതിന് ശേഷം ഇനി അതിൽ പിന്നെ ഓരോന്നും ആരോപിക്കപ്പെടുക. ആ ആരോപിക്കപ്പെട്ടതിൽ വീണ്ടും ആരോപിക്കപ്പെട്ട് പാമ്പിനെ കണ്ടു, പിന്നെ പാമ്പ് പുള്ളിയുള്ളതാണ്, അല്ലെങ്കിൽ ഇന്ന വർഗത്തിൽ ഇന്ന അല്ലേ അണലിയാണ്, അല്ലെങ്കിൽ വേറെ എന്തോ പാമ്പാണ് എന്നൊക്കെ പറഞ്ഞ്, അല്ലെങ്കിൽ അത് ഇത്ര നീളമുണ്ട്, ഇത്ര വണ്ണുണ്ട്, അതിങ്ങനെ അല്ലേ എന്നൊക്കെ പറഞ്ഞേക്കാം. അങ്ങനെയൊക്കെ പറയാം. എന്തൊക്കെ വേണോ അതൊക്കെ ഓരോരുത്തരുടെ ദൃഷ്ടിയിൽ പറയാം. ഇന്നതേ പറയാൻ പറ്റുമെന്നൊന്നും പറയില്ല. പക്ഷെ വാസ്തവത്തിൽ ഇതെല്ലാം എന്താണ്? ഇതേപോലെ ആദ്യം ഈ അടിസ്ഥാനത്തെ മറക്കപ്പെട്ട് കഴിഞ്ഞാൽ, ആവരണം കൊണ്ട് സത്യത്തെ മറക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ എന്തൊക്കെയാ തോന്നുന്നതെന്ന് പറയാൻ വയ്യ. അതിൽ പൊതുവായിട്ട് വരുന്ന വിഷയങ്ങളാണ് ഇത്. അതിനുള്ള ആയതനം, ആധാരമായിരിക്കുന്ന ഈ സാധനം പഞ്ചമഹാഭൂതങ്ങളാൽ നിർമ്മിക്കപ്പെട്ടതാണ്.
നിർമ്മിച്ചോ? ഇല്ല. എന്നാ നിർമ്മിക്കപ്പെട്ടതാണെന്ന് പറയുമ്പോൾ എന്ത് മനസ്സിലാക്കണം? ഇല്ലാത്തതിന് ഉണ്ട് എന്ന് സങ്കല്പിച്ചതാണ്. വെറുത്ത സങ്കല്പമാണ്. ആ സങ്കല്പങ്ങളുടെ അതിൽ വേറെ സങ്കല്പങ്ങൾ, ആ സങ്കല്പങ്ങൾ അങ്ങനെയാണ് ഇപ്പൊ ഇവിടെ ഉണ്ടായത് നമ്മളെത്തിയത്. ഇനി ഇവിടെ ഇരിക്കുന്നതിൽ പല സങ്കല്പങ്ങൾ അല്ലേ? വലിയവനെന്നും ചെറിയവനെന്നും അല്ലെങ്കിൽ വയസ്സായ ആളെന്നും എന്തൊക്കെയോ സങ്കല്പങ്ങൾ. എന്താണെന്ന് പറയാം, അതാ അങ്ങനെ ഒരു അറ്റമില്ലാതെ അത് പോവുകയാണ്. ഒരറ്റമില്ല ചിന്തിച്ചാൽ. അങ്ങനെ തന്മാത്രയുടെ പഞ്ചീകരണത്തിൽ നിന്നും പഞ്ചമഹാഭൂതങ്ങൾ സ്ഥൂല രൂപത്തിലുള്ള 5 ഭൂതങ്ങൾ ഉണ്ടാകുന്നു. ഏതൊക്കെ? സ്ഥൂല രൂപത്തിലുള്ള 5 ഭൂതങ്ങൾ ഉണ്ടാകുന്നു. ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം. ഇങ്ങനെ 5 സ്ഥൂലഭൂതങ്ങൾ. ഈ കാണുന്ന പ്രപഞ്ചം ഇവ 5 കൂടി ചേർന്നുണ്ടായതാണ്. എന്നാൽ 5 ഭൂതങ്ങളിലും അന്യോന്യ സങ്കലനമുണ്ട്. പിന്നെ എങ്ങനെയാ ഇപ്പൊ ഓരോന്നും വേർതിരിച്ച് പറഞ്ഞത്? ഇവിടെ പറയുകയാണ്, ഒരു ഭൂതം ഉണ്ടാകുന്ന അതിന്റെ അരഭാഗവും മറ്റുള്ള 4 ഭാഗങ്ങളുടെ അരക്കാൽ വീതവും കൂടിയിട്ടാണ് ആണല്ലോ പഞ്ചീകരണം നടക്കുന്നത്. അപ്പോൾ അതിന്റെ ഈ ന്യൂനാധിക്യത്തിന് അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് അതിന്റെ ഭൂത എന്ന് പറഞ്ഞത്. അല്ലാതെ വാസ്തവത്തിൽ ഭൂമി എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ആകാശം എന്ന് പറയുമ്പോൾ അവിടെ ആകാശം എന്നുള്ള തന്മാത്ര മാത്രമേ ഉള്ളൂ എന്ന് പറയരുത്. എന്താ ഉള്ളത്? അതിൽ പകുതി മറ്റ് ഇതര ഭൂതങ്ങളുടെ അരക്കാൽ ഭാഗവും ഉണ്ട്. അപ്പൊ ആധിക്യം കൊണ്ടാണ് അത് ഇന്ന ഭൂതമാണെന്ന് പറഞ്ഞത്. അല്ലാതെ ഇത് ഓരോന്ന് വേറെ എടുക്കാൻ പറ്റില്ല. ഇത് വേർതിരിക്കാൻ പറ്റാത്ത വിധത്തിൽ നടന്നതാണ് പഞ്ചീകരണം. അങ്ങനെയുള്ളതിൽ ഒരു ഭൂതം ഉണ്ടാകുന്നത് അതിന്റെ അരഭാഗവും മറ്റുള്ള 4 ഭൂതങ്ങളുടെ അരക്കാൽ വീതവും ഭാഗവും, അതായത് 8-1 അന്ന് നമ്മൾ എഴുതി വെച്ചല്ലോ, അത് കൂടിച്ചേരുന്നത് കൊണ്ടാണ്. ഓരോ ഭൂതത്തിലും അതാത് ഭൂതങ്ങളുടെ കൂടുതൽ അംശം ഉൾക്കൊള്ളുന്നത് കൊണ്ട് അതത് പേരുകളെ കൊണ്ട് അതിനെ വ്യവഹരിക്കുന്നു എന്ന് മാത്രം. ഉദാഹരണമായി ഭൂമിയെ എടുക്കുക. അതിൽ ജലം, അഗ്നി, വായു, ആകാശം എന്നീ 4 ഭൂതങ്ങളുടെ അരക്കാൽ ഭാഗം കൂടി ചേർന്ന് പകുതി ഭാഗവും പൃഥ്വിയുടെ തന്നെ പകുതിയും ഉൾക്കൊള്ളുന്നു. പിന്നെയോ പഞ്ചീകരണത്തെക്കുറിച്ച് കൂടുതൽ അങ്ങനെ വിശദീകരിച്ചു കഴിഞ്ഞാൽ മറ്റു ഗ്രന്ഥങ്ങളിലേക്ക് നമുക്ക് പോകണം. എന്താ ലക്ഷ്യമില്ല, ലക്ഷ്യത്തിൽ നിന്ന് വിട്ടു, ആവരണം ചെയ്യപ്പെട്ടു. ആവരണം ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഏതുവരെ പോകാമോ അത് തുടരുകയാണ് ഇവിടെ. വേർതിരിച്ച് കാണാൻ പറ്റില്ലല്ലോ, അതാണല്ലോ ഇവിടെ പറഞ്ഞത്. കാണാൻ പറ്റില്ല എന്നാണല്ലോ പറഞ്ഞത്. ഓരോരോ ദൃഷ്ടികോണിൽ ചിന്തിക്കുന്നേ ഉള്ളൂ. എല്ലാവരും കയറിൽ പാമ്പെന്ന് ആരോപിച്ചു, അത് ഇന്ന പാമ്പെന്നാന്ന് എല്ലാവരും പറയണില്ല. അത് അവരവരെ എന്തൊക്കെ മുമ്പ് കണ്ടുവച്ചിട്ടുണ്ടോ അതിനനുസരിച്ചിട്ട് അയാൾ അതിനെ കൽപ്പിക്കും. അയാളുടെ ഒരു കൽപ്പനാ ലോകത്ത് അയാൾ കെട്ടിപ്പടുത്ത കൽപ്പനകൾ പലതും ഉണ്ട്. അതൊക്കെ ഇതിൽ വരുന്നതാണ്. പലവിധ യുക്തി പറഞ്ഞു പാമരന്മാർ അലവതു കണ്ട അലയാതെ അമർന്നിരിക്കണം, ഇളകാതെ. അത്രയേ ഉള്ളൂ. അത് അമർത്താൻ വേണ്ടിയിട്ട്, അമർന്നിരിക്കാൻ വേണ്ടിയിട്ട്, ഒരല്പം പോലും ഇളകാതിരിക്കാൻ വേണ്ടിയിട്ട് ക്രമികമായി നമ്മളെ അടിത്തട്ടിന്ന് കൊണ്ടുവരിക. സ്ഥൂല ശരീരത്തെ വർണ്ണിച്ചതിന് ശേഷം രണ്ടാമത്തെ ഉപാധിയായ സൂക്ഷ്മ ശരീരത്തെക്കുറിച്ച് വിവരിക്കുന്നു. അതെന്താ? പഞ്ചപ്രാണമനോബുദ്ധി ദശേന്ദ്രിയ സമന്വിതം അപഞ്ചീകൃത ഭൂതോത്വം സൂക്ഷ്മാംഗം ഭോഗസാധനം. 5 പ്രാണങ്ങൾ, മനസ്സ്, ബുദ്ധി, 10 ഇന്ദ്രിയങ്ങൾ ഇവയോട് കൂടി ചേർന്നതും പഞ്ചീകരിക്കപ്പെടാത്ത ഭൂതങ്ങളിൽ നിന്നുണ്ടായതും ആയ സൂക്ഷ്മാംഗം, അതായത് സൂക്ഷ്മ ശരീരം ഭോഗസാധനമായി ഭവിക്കുന്നു. വിസ്തരണം ആവശ്യമുണ്ട് അല്ലേ? അപഞ്ചീകൃതമാണ്, പഞ്ചീകൃതമല്ല. നേരത്തെ പഞ്ചീകൃതമാണ്, ഇത് അപഞ്ചീകൃതമാണ്. 5 പ്രാണങ്ങൾ ഏതൊക്കെ? മനസ്സ്, ബുദ്ധി, 10 ഇന്ദ്രിയങ്ങൾ ഇത്രയും കൂടി ചേർന്നാൽ അപ്പൊ ഏതൊക്കെ പ്രാണങ്ങള്? പ്രാണ, അപാന, സമാന, വ്യാന, ഉദാന. പിന്നെ
സങ്കല്പ വികല്പാത്മകമായ മനസ്സ്, അതോ ഇതോ ഞാനോ നീയോ പോണോ പോണ്ടേ ആണോ പെണ്ണോ എന്ന് ഉള്ള ആ അല്ലേ, ഒന്നും നിശ്ചയിക്കുന്നില്ല. നിശ്ചയാത്മിക ബുദ്ധി അത് തന്നെയാ പോണം ഉറപ്പിക്കും ബുദ്ധി. ഇതൊക്കെ മാറി മാറി വരുന്നു. 10 ഇന്ദ്രിയങ്ങൾ ഏതൊക്കെ? 5 ജ്ഞാനേന്ദ്രിയങ്ങളും 5 കർമ്മേന്ദ്രിയങ്ങളും ഇവയോട് കൂടിച്ചേർന്നതും പഞ്ചീകരിക്കപ്പെടാത്ത ഭൂതങ്ങളിൽ നിന്നുണ്ടായതും അത് ഒറിജിനൽ സൂക്ഷ്മം ഉണ്ടായതും ആയ സൂക്ഷ്മാംഗം സൂക്ഷ്മ ശരീരം ഭോഗസാധനമായി ഭവിക്കുന്നു. ഇനി ഒരു വിസ്തരണം ചിന്തിക്കപ്പെടുക. സർവ വ്യാപകമായ ജീവശക്തി എത്ര ഉണ്ട്? സർവവ്യാപകമായ ജീവശക്തി എത്ര ഉണ്ട്? ഏകമാണ്. സർവവ്യാപകമായ ആകാശം എത്ര ഉണ്ട്? ഒന്നേ ഉള്ളൂ. അപ്പോ നമ്മളിൽ ഓരോരുത്തരിലും ഇല്ല ആകാശം. അപ്പൊ പഞ്ചീകരണം നടന്നു കഴിഞ്ഞാൽ ഓരോരുത്തരിലും എന്ന് വ്യവഹരിക്കുന്നു. പഞ്ചീകരണം നടന്നില്ലെങ്കിലോ ഒന്നായി പറയപ്പെടുന്നു. അപ്പൊ ഇവിടെ എന്താണ് വ്യത്യാസം? വ്യത്യാസം മനസ്സിലായി കഴിഞ്ഞാൽ എളുപ്പമുണ്ട് ഇതിന്റെ പ്രക്രിയ പഠിക്കാൻ. സർവവ്യാപകമായ ജീവശക്തി എന്ന നിലയിൽ പ്രാണനും ഒന്നേ ഉള്ളൂ. പ്രാണാപാന സമാന വ്യാന ഉദാനൻ എന്ന് പറഞ്ഞിരിക്കേണ്ടതില്ല. അതെ അതെ, പേര് മാത്രമല്ല, ഡ്യൂട്ടി ചെയ്യും. കർത്തവ്യം ആരോപിക്കപ്പെടുമ്പോൾ കർത്താവ് ഉണ്ട്, കർത്താവ് ഉണ്ട്. അവിടെയാണ് സൃഷ്ടി നടത്തുമ്പോഴല്ലേ ബ്രഹ്മാവ് ഉള്ളൂ, ഇല്ലെങ്കിൽ ബ്രഹ്മാവില്ലല്ലോ. അതേപോലെ 5 തരത്തിലുള്ള പ്രവർത്തനങ്ങളെ ആസ്പദമാക്കി ഒരേ പ്രാണനെ 5ആയി ഭാഗിച്ചിരിക്കുന്നു. ശ്വാസോച്ഛ്വാസ രൂപത്തിൽ നാസാഗ്രത്തിൽ കൂടി പ്രവഹിക്കുന്ന വായു പ്രാണനെ മുഖ്യ പ്രാണൻ എന്ന് പറയും. മുഖ്യമെന്ന് വിശേഷിപ്പിച്ചത് എന്തുകൊണ്ടാണ്? മുഖ്യനായതുകൊണ്ടാണ്. ഏത്? ഇങ്ങോട്ട് ഊർധ്വഗാമിയായതുകൊണ്ട്, മേപ്പെട്ട് ഗതിയുള്ളതുകൊണ്ട്. മലമൂത്ര വിസർജനങ്ങളുടെ വേഗതയെ സഹായിച്ചുകൊണ്ട് അധോമുഖമായി ബുധപ്രദേശത്ത് വർത്തിക്കുന്ന വായു മൂത്രപരിഷാദികളെ പുറന്തള്ളപ്പെടണമെങ്കിൽ ഭൂമി അഭിമാനിയായ ദേവതയുടെ അനുഗ്രഹത്താൽ പ്രവർത്തിക്കപ്പെടുന്ന പ്രാണശക്തിയെ എന്ത് ചെയ്യുന്നു? അപാനൻ എന്ന് പറയും. അയാൾ പ്രവർത്തിച്ചില്ലെങ്കിൽ കിഴ്പ്പെട്ട് ഗതി ഉണ്ടാവില്ല, കഴിക്കണം. അപ്പൊ അത് വേണ്ടെന്ന് വെച്ചാൽ ഇതൊക്കെ ഒരു മുഖ്യ പ്രാണന്റെ അതിനെ വേർതിരിച്ച് പറഞ്ഞിരിക്കുക. അത് ഓരോ കേന്ദ്രങ്ങളെ അടിസ്ഥാനമാക്കിക്കൊണ്ട് പ്രവർത്തിക്കുന്നു, അത്രയേ ഉള്ളൂ. ഇപ്പോ നമ്മൾ പറയുന്നില്ലേ എന്താ, ഇപ്പോ ശരിക്കും നമ്മളത് നോക്കിക്കഴിഞ്ഞാൽ പറയാൻ പറ്റുന്ന ഇപ്പോ മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരകം, അനാഹതം, വിശുദ്ധി, ആഖ്യ എന്നൊക്കെ പറഞ്ഞത് ആധാരങ്ങളായിട്ട് പറഞ്ഞിരിക്കുന്നുണ്ട്. പ്രതിഷ്ഠയൊക്കെ ആ തലത്തിലാണ്. രാജയോഗം എന്നല്ല, അഷ്ടാംഗ യോഗം, അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് എല്ലാ യോഗങ്ങളും ഉണ്ടാക്കുന്നത്. അപ്പോ അതാണ് അടിസ്ഥാനം. അപ്പൊ ഇത് പറയുമ്പോൾ നമ്മൾ എവിടെയാണത് കൽപ്പിക്കപ്പെട്ടത്? ആധാരങ്ങൾ ഇന്ന സ്ഥലത്താണ് ഇന്ന സ്ഥലത്താണെന്ന് പറയും. അത് ഇന്ന സ്ഥലത്ത് എത്തുമ്പോഴേക്ക് അതിന് ആ വ്യക്തിയിൽ ആ വ്യക്തിത്വം ഉയരുന്നതായിട്ട് കാണാം. പക്ഷെ വാസ്തവത്തിൽ ഇത് എവിടെയാണുള്ളത്? ഇവിടുന്ന് അങ്ങോട്ട് മുറിച്ചു കളഞ്ഞാൽ പിന്നെ ആ ആധാരങ്ങളെ കൊണ്ട് എന്ത് പ്രയോജനം? ഇതെല്ലാം അങ്ങനെ തന്നെ. ഹെഡ് ഓഫീസ് ഇവിടെ തന്നെയാണ്. എന്താ? എന്നാൽ അത് മാത്രം മതിയോ? ഇല്ല. അതിന് മാത്രം പ്രവർത്തിക്കാൻ പറ്റുമോ? ഇല്ല. മറ്റുള്ളവരൊക്കെ ഉദ്യോഗസ്ഥന്മാരായിട്ട് വേണം. അതുകൊണ്ട് ശരീരത്തിലെ എല്ലാ ഭാഗത്തും സദാ ചുറ്റി സഞ്ചരിക്കുന്നത് ആരാണ്? സദാ അയാളെ പണിതാ സദാ ചുറ്റി സഞ്ചരിക്കുക, വ്യാനൻ. പിന്നെ കണ്ഠദേശത്തിൽ സ്ഥിതി ചെയ്തുകൊണ്ട് മരണകാലത്ത് ജീവന് പുറത്തു പോകാൻ വേണ്ടി സഹായമായി വർത്തിക്കുന്ന ആളാരാണ്? കണ്ഠദേശത്ത് സ്ഥിതി ചെയ്തുകൊണ്ട് മരണസമയത്ത് പുറത്തു പോകാൻ വേണ്ടി ആര് സഹായിക്കുന്ന ആള്? ഉദാൻ, ഉത്ക്രമണവായു. ഉദരത്തിൽ പ്രവേശിച്ച് അന്നപാനാദികളെ ദഹിപ്പിച്ച് അതിനെ പലതരത്തിലുള്ള ധാതുക്കളാക്കി മാറ്റുന്നതാര്? സമാനം. അങ്ങനെ വേർതിരിച്ച് പഠിക്കുക. മറ്റേലും ഇങ്ങനെ പഠിച്ചിട്ടില്ല.
ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സപ്തധാതുക്കളായി തീർന്നിട്ടില്ലെങ്കിലുണ്ടല്ലോ വലിയ പ്രശ്നമാണ്. സപ്തധാതുക്കളായി തീർന്നിട്ടില്ലെങ്കിൽ ദഹനം, അതായത് മലമൂത്രങ്ങൾ ഉണ്ടാവില്ല, പോവില്ല. പക്ഷെ ഭക്ഷണം കഴിക്കാനുള്ള ആഗ്രഹം ഉണ്ടാവുകയും ചെയ്യും. കഴിക്കുന്നതൊക്കെ എന്താവും, ശരീരം അങ്ങനെ ഓരോ ഭാഗമായിട്ട് തൂങ്ങിയിട്ട് കനം കൂടി വരും. ഇനിയും വേണമെന്ന് പറഞ്ഞ് ചോദിക്കുകയും ചെയ്യും. വിശപ്പിട്ട് തീരുമില്ല. കഴിക്കുന്നത് എങ്ങോട്ടാ പോണത്? സപ്തധാതുക്കളായി തീരുന്നില്ല. ധാതുക്കളായി തീർന്നാലല്ലേ ബാക്കിയുള്ള എല്ലാ പ്രക്രിയകളും നടക്കുള്ളൂ. അത് നടക്കില്ല. അപ്പൊ ഓരോരുത്തരുടെയും പണി നോക്കണം. അപ്പൊ ഈ അപാനവായുവിന്റെ പ്രശ്നം, അയാൾ പണി മുടക്കി കഴിഞ്ഞാൽ വലിയ പ്രശ്നം. കണ്ടുണ്ടോ അങ്ങനെ? ഇങ്ങനെയുള്ള ആൾക്കാരെ കണ്ടില്ലേ? വലിയ പണിയാത്. അതെ. പിന്നെ ഖണ്ഡദേശത്തിൽ സ്ഥിതി ചെയ്തുകൊണ്ട് മരണകാലത്ത് ജീവനെ പുറത്തു പോകാൻ സഹായകമായി വർത്തിക്കുന്നത്. അപ്പോഴാണല്ലോ വെള്ളം കൊടുത്തു കൊല്ലുന്നത്. ഇവിടെ കാരണം ഇവിടെ ഈ ശ്രീചിത്രയില് ഒരാളെ കൊണ്ടുപോയിട്ട് ഡോക്ടർ ഇവിടുന്ന് പറഞ്ഞു, ഈ ഒരു കുറച്ച് ഭാഗത്തു കൂടെ എത്ര വയറുകളാ പോണത് അറിയാം. ആ കേബിള് ഒന്നും രണ്ടൊന്നല്ല, ഒരുപാട്. അതിലൊന്ന് മുറിച്ചിട്ട് ശരിയാക്കി എടുക്കണം. കൊണ്ടുപോയി ആളോട് പറയാ, ആളെ പറ്റി പറയാ, വിജയിക്കാൻ വളരെ പ്രയാസമാണ്. അയാളോടും പറഞ്ഞിട്ടുണ്ട് ഡോക്ടർ, പ്രഗത്ഭനായ ഒരു ഡോക്ടറാണ് പറഞ്ഞത്. പക്ഷെ അയാൾ വിജയിച്ചു കേട്ടോ. അതെ. പക്ഷെ അയാൾക്കൊരു ഒരു ഉറപ്പുണ്ടായിരുന്നു. മുഖ്യനുണ്ടല്ലോ, മുഖ്യൻ വളരെ കരുത്തനായിരുന്നു. അതിനുള്ളിൽ ഓപ്പറേഷൻ തിയേറ്ററിന്റെ ഉള്ളിൽ ശ്രീചിത്തിരയിൽ കിടത്തിയ സമയത്ത് ഇയാൾക്ക് കാണണം എന്നൊരാവശ്യം നമ്മളുണ്ടായിരുന്നു അവിടെ. നമ്മളെ കാണാൻ വേണ്ടിയിട്ടൊന്നല്ല, സ്വാമിജിയായിട്ടൊന്ന് ഫോണിൽ സംസാരിക്കണം. ഫോൺ കൊടുത്തു. അപ്പൊ സ്വാമിജി അന്ന് ഹിമാലയത്തിലാണ്. എന്നിട്ടാണ് അതിനുള്ളിലേക്ക് പോണത്. കാരണം ഡോക്ടർ എങ്ങനെയാ പറയണത്, വിജയിക്കുന്ന കാര്യം കഷ്ടം തന്നെയാണ്, എന്നാലും നിങ്ങൾ അവിടെ നിന്ന് പോയി നോക്കൂ. അവിടെ നിന്ന് കഴിഞ്ഞില്ല പിന്നെ കഴിയില്ല. കാരണം ഒരുപാട് എണ്ണം ഉണ്ടായി. ഈ ഫോണിന്റെ ഒക്കെ കേബിള് തുറക്കുന്ന സമയത്ത് കണ്ടില്ലേ, അത് മുറിച്ചു കഴിഞ്ഞ സമയത്ത് അത് ഏറ്റി വിട്ടുന്നു കണ്ടില്ലേ, ചെറിയ ചെറിയ നാടിഞരമ്പുകൾ. അതൊക്കെ നമുക്ക് എത്ര കണ്ണുകൊണ്ട് കാണാൻ പറ്റും. ഇതിപ്പോ എന്താ സ്ഥിതി? ഇതിന്റെ ഉള്ളിൽ കൂടെ വേണം ഈ സാധനങ്ങളൊക്കെ പോകാൻ. അവിടെ ചെറിയൊരു സാധനങ്ങളിൽ കൂടെ വേണം ഏത്, ഈ ഊർധ്വഗാമിയായ പ്രാണൻ ഞെങ്ങി ഇങ്ങനെ പോകുമ്പോഴാണ് എന്ത്, തുളസിയിലയിൽ ഒരു തുള്ളി വെള്ളം കൊടുത്തിട്ട് അതിന്റെ വഴി ഒന്ന് ശരിയാക്കി കൊടുക്കാൻ പറഞ്ഞത്. അപ്പോഴാണ് ഞാനും വെള്ളം കൊടുക്കട്ടെ എന്ന് എല്ലാവരും കൂടി വെള്ളം കൊടുത്ത് കൊല്ലണത്. ബ്ലേഡറിൽ വെള്ളം കുടുങ്ങി, പിന്നെ അത് തീരെ പോവാതെ ആയി. അതെ. പക്ഷെ ഒരു കാര്യം ഗുണമുണ്ടാവില്ല. ഏതെങ്കിലും ഗുണമുണ്ട് കേട്ടോ. അതെന്താ ഗുണം എന്ന് വെച്ചാൽ ലീവ് കുറച്ചല്ലേ ഉണ്ടാവുള്ളൂ. ഇപ്പൊ പിന്നെ വെള്ളം കൊടുത്തതായി. അല്ല, വന്ന ആൾക്കാർക്ക്. കാരണം ഇന്ന് അധികം മരിച്ചിട്ടാണല്ലോ ഒത്തുകൂടുക. മരിക്കാൻ നേരത്തെ ബന്ധുക്കളും കുട്ടികളും എല്ലാവരും ഒക്കെ ഒത്തുകൂടിയിട്ട് അച്ഛനെ നോക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ വെള്ളം കൊടുക്കാൻ വേണ്ടിയിട്ട്, വെള്ളം കൊടുത്ത് കൊല്ലാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും ഒത്തുകൂടുന്നത്. അല്ലാത്ത സമയത്ത് തിരിഞ്ഞു നോക്കുന്നവർ വളരെ കുറഞ്ഞു വരികയാണ്. മരിച്ചു കഴിഞ്ഞാൽ എന്തായാലും ആളുണ്ട്. കാരണം പുറത്തും വരണ്ടേന്നാണ്. എല്ലാ മേഖലയിലും അത് ബാധിച്ചിരിക്കുക. സുഖമില്ലാത്ത സമയത്ത് ഒരാളെന്ന് കാണാൻ പോവാ, ഒരു സാന്ത്വനത്തിന്റെ വാക്യം പറയുക, അല്ലെങ്കിൽ ഒന്ന് തൊട്ടുതലോടുക. കാരണം അയാൾക്ക് ആവശ്യം അതാണ്. അപ്പോൾ അത് കൊടുക്കില്ല. മരിച്ചു കഴിഞ്ഞാൽ എന്തായാലും വരും. എന്തെങ്കിലും വെള്ളം കൊടുക്കാൻ തന്നെ, ഏത് വെള്ളമായാലും എന്തായാലും വെള്ളത്തിന് വേണ്ടി ദാഹിച്ചിട്ടാണത്രേ. അങ്ങനെയാ പറയണത് സാധാരണ. പക്ഷെ തെറ്റാണത്. അങ്ങനെയാണെങ്കിൽ അവരോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ഉപകാരം വെള്ളത്തിലേക്ക് പിടിച്ച് തള്ളിയിടുക, വെള്ളം കുടിച്ചിട്ട് ചേർത്തോണം. അതെ. ഏതായാലും പിന്നെ ഇപ്പൊ ഇത് മനസ്സിലായി വിചാരിക്കുന്നു അല്ലേ? പ്രാണൻ. പിന്നെ പറയുന്നത് മനസ്സാണ്. മനസ്സിനെ കുറിച്ച് എന്താ പറയുന്നത്? ഒരു വസ്തുവിനെ കുറിച്ച് സങ്കല്പിക്കുകയും സംശയിക്കുകയും ചെയ്യുന്ന സ്വഭാവത്തോടു കൂടിയ അന്ധകരണ വൃത്തിയെയാണ് മനസ്സെന്ന് പറയുന്നത്. വാസ്തവത്തിൽ അന്ധകരണം ബാഹ്യകരണം എന്നും പറഞ്ഞ് രണ്ടെണ്ണേ ഉള്ളൂ അല്ലേ? പറയാൻ പറ്റും. ഉള്ളിലുള്ളത്
അത് ശരിക്കും നമ്മൾ പറഞ്ഞ ബുദ്ധി എന്ന് പറയാറുണ്ട്. പക്ഷെ ബുദ്ധിയെ വീണ്ടും പഠിക്കുകയാണ്, 4ആയിട്ട് വേർതിരിക്കുകയാണ്. മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ചിത്തം. അതിൽ മനസ്സിന്റെ പണി എന്താന്ന് വെച്ചാൽ ഒരു വസ്തുവിനെ കുറിച്ച് സങ്കല്പിക്കുക. സങ്കല്പിക്കുമ്പോഴേക്കും എന്തായി? അങ്ങനെയാണോ? അല്ല. ആണ് എന്ന് പറയുമ്പോഴേക്കല്ല. അങ്ങനെ സംശയം, അത് ആരുടെ പണിയാണ്? അത് മനസ്സിന്റെ പണിയാണ്. അത് അങ്ങനെ, അതാണ് അതിന്റെ സ്വഭാവം. വല്ലാത്തൊരു പണിയാണ്. മനസ്സുറപ്പ് വരാത്തവര് അല്ലേ? മനസ്സെപ്പോഴാ ഉറക്കുക? മനസ്സിന് ഇല്ലാതാക്കാൻ പറ്റില്ല. ഇല്ലാതാക്കാന്നൊക്കെ പറഞ്ഞ വലിയ പണിയാണ്. ഇല്ലാതാവുക ചെയ്യുക, ഇല്ലാതാക്കുകയല്ല ചെയ്യുന്നത്. പക്ഷേ മനസ്സിന്റെ പരിധി പെട്ടെന്ന് മറ്റേയാൾക്ക് കൊടുക്കുക. എപ്രകാരമാണോ ജാഗ്രതയിൽ നിന്ന് സുഷുപ്തിയിലേക്ക് പോകുന്ന ഇതിനിടയ്ക്ക് ഒരു സ്വപ്നം എന്നുള്ള ഇടനാഴികയുള്ളത്, ആ സ്വപ്നത്തിന്റെ ദൈർഘ്യം കുറച്ചുകൂടെ, വേഗം സുഷുപ്തിയിലെത്തിക്കൂടെ? അതേപോലെ മനസ്സിന് അധികം സമയം കൊടുക്കരുത്. കൊടുത്തു കഴിഞ്ഞാൽ എന്തായി? മനസ്സിന്റെ പിടിയിലായി. കുറച്ചും കൂടി കഴിഞ്ഞാൽ എന്തായി? മാനസികമായി. അധികം അതാ. വിശേഷബുദ്ധിയുള്ള ആളെന്നൊക്കെ പറയും, പക്ഷെ ബുദ്ധിയല്ല ഉള്ളത്. ബുദ്ധി ഉപയോഗിക്കുന്നില്ല, മനസ്സ് ഉപയോഗിക്കുന്നുണ്ട്. മനസ്സ് കൂടുതൽ കൂടുതൽ ഉപയോഗിച്ച് ബുദ്ധിയെ ഉപയോഗിക്കാതെ അല്ലേ എല്ലാ മേഖലയിലുണ്ടത്. കണക്ക് കൂട്ടാൻ കാൽക്കുലേറ്റർ എന്ന ഒരു ഉദാഹരണം സാധാരണ പറയാറുണ്ട്. ബുദ്ധിയെ ഉപയോഗിക്കുന്നില്ല, മനസ്സിനെ ധാരാളം ഉപയോഗിക്കുന്നുണ്ട്. മനസ്സിനെ ധാരാളം ഉപയോഗിച്ച് എന്തായി? മനസ്സ് പിന്നെ അത് അതിന്റെ പണി. ഏതിനെ ഉപയോഗിക്കുന്നോ അത് കൂടുതൽ കൂടുതൽ പ്രബലമായി തീരും. ബുദ്ധിയെ കൂടുതൽ ഉപയോഗിച്ചോ ബുദ്ധി വളരെ പ്രബലമാവും. പക്ഷെ നമ്മൾ തെറ്റിദ്ധരിക്കുന്നുണ്ട്, ബുദ്ധി നല്ല ബുദ്ധികളാണ്, ബുദ്ധിമത്തുകളാണെന്നൊക്കെ വിചാരിക്കും. വാസ്തവത്തിൽ ബുദ്ധൂസുകളാണ് അല്ലേ? ബുദ്ധിമത്തുക്കളായവർ ഇക്കഥ കേൾക്കുന്നാകിൽ ബദ്ധരാകിലും ഉടൻ മുക്തരായി വന്നുകൂടുന്നു പറഞ്ഞു. വളരെ സത്യമാണത്. പക്ഷെ നമ്മൾ ബുദ്ധി എന്ന് പറയുന്നത് മനസ്സിന്റെ ആ ശക്തിയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. മനസ്സിന്റെ ശക്തി കുറച്ചു കൊണ്ടുവന്ന് പെട്ടെന്ന് മനസ്സില്ലാതാക്കാൻ പറ്റില്ല. അതൊക്കെ പ്രസംഗിക്കാൻ എളുപ്പമുണ്ട് അല്ലേ? മറിച്ച് മനസ്സിന്റെ ആ പരിധി പെട്ടെന്ന് ലംഘിച്ച് ബുദ്ധിയിലേക്ക് കൊടുക്കുകയാണ്. അധികം സമയം ചിന്തിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു സ്ഥലത്തേക്ക് പോകണമെന്ന് ചിന്തിക്കുക, കൂടുതൽ സമയം നമ്മൾ ചിന്തിക്കാൻ പോയി കഴിഞ്ഞാൽ അവസാനം പോവാതിരിക്കും. നല്ലതാണെങ്കിലും ശരി, ചീത്തയാണെങ്കിൽ ചിലപ്പോൾ എന്ത് ചെയ്യും? പോകണ്ടെന്ന് വിചാരിക്കും, പക്ഷെ പോവുകയും ചെയ്യും. മറിച്ച് എന്തുണ്ടാവും? വേഗം ബുദ്ധിപൂർവ്വം, അതിനാ പറയാ ബുദ്ധിപൂർവ്വം ബുദ്ധിക്ക് വിട്ടുകൊടുത്തു. ബുദ്ധി നിശ്ചയിച്ചു നല്ലത് പോണം, കഴിഞ്ഞു. ഇനി ചീത്തത് ആണെങ്കിലും പോകണം, ബുദ്ധിക്ക് കൊടുത്തു, പോയിട്ടെങ്കിലും പഠിച്ചോളൂ. മറ്റേ മനസ്സിന്റെ പരിധിയിലാകുമ്പോൾ എന്താവും? ഒന്നും നടക്കാൻ പോകുന്നില്ല, എന്നും സംശയാത്മാ വിനശ്യൻ. അതുകൊണ്ട് ബുദ്ധിയോ ഒരു വസ്തുവിനെ കുറിച്ച് നിശ്ചിതമായ തീരുമാനത്തിലെത്തുന്ന അന്ധകരണ വൃത്തിക്ക് പറയുന്ന പേരാണ് ബുദ്ധി. നിശ്ചയാത്മിക ബുദ്ധി. ഒരു കാര്യം നിശ്ചയിക്കാൻ പറ്റുന്നില്ല, ഉറപ്പിക്കാൻ പറ്റുന്നില്ല, പലരും പറയാതെ പറയുന്നു. ആണ് നിശ്ചയിക്കുക. പൊതുവെ ഒരു സ്വഭാവമായി മാറി കഴിഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും ഒരു കാര്യം തുടങ്ങുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അതിന്റെ ലാഭവും നഷ്ടമൊക്കെ ആദ്യം സങ്കല്പിക്കാൻ തുടങ്ങും. അവസാനം എന്ത് ചെയ്യും? ആലോചിച്ച് മനസ്സ് തുടങ്ങാതിരിക്കാൻ നല്ലത്. എത്ര എളുപ്പം. അങ്ങനെ ഒന്നും തുടങ്ങില്ല, കൂടി ഇരുന്ന് അങ്ങനെ ജീവിതം കഴിയും. പക്ഷെ ലാഭോ നഷ്ടോ എന്തോ ഉണ്ടാവട്ടെ, നിശ്ചയിച്ചു കഴിഞ്ഞു. മുന്നോട്ട് വെച്ച കാല് പിന്നോട്ട് വെക്കുന്നില്ല. അത്ര നല്ലതാണ്. ആ ഒരു ദൃഢത കിട്ടാതെ കൂടുതൽ ആലോചിച്ച് ഒന്നും തുടങ്ങാതെ ഇരിക്കുന്നത് പോലെ. പണി തുടങ്ങണേ ഇല്ല, പിന്നെയല്ലേ പ്രശ്നം, പരാജയവും ഒക്കെ അല്ലേ? അതായത് എളുപ്പ വഴി നോക്കുക. എളുപ്പ വഴിയാണ് എല്ലാ മേഖലയും നോക്കുന്നത്. എളുപ്പത്തിൽ കാര്യം നേടാൻ എന്താ വഴി? ഇതിൽ എളുപ്പ വഴിയൊന്നുമില്ല. മറിച്ച് ബുദ്ധി എപ്പോഴും ചെയ്യേണ്ട കാര്യം അതിന് എന്താ വെച്ചാൽ വരട്ടെ, ചെയ്യേണ്ടതാണെന്ന് തോന്നിയോ പറഞ്ഞോ എങ്കിൽ എന്ത് വേണം? ചെയ്യാം. കൂടുതൽ ചിന്തിച്ചെന്നുണ്ടാവും, ഞാനായിട്ട് പോയി